എത്രയോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന അളിക്കും രോഗിക്ക് സൗഖ്യമാണ്. ഇനി സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം. Amen.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ വിളിച്ചു പറയുന്നു, ആമ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഒരിക്കൽ കൂടെ ദൈവസ്ഥലത്തിലേക്ക് എത്തിക്കാം. നമ്മുടെ കരകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ജീവനേ കാലം നീ വലിയതാണെനിക്ക് എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക്. ആരാധന സ്വർഗത്തിലേക്ക്. ആരാധന 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 ആമേൻ ആരാധന
നമുക്ക് തുറന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിദാസനെ ദൈവം അതിശക്തമായി ഇന്നത്തെ രാത്രിയിൽ ഉപയോഗിക്കുവാൻ തന്റെ ദാസന്റെ നാവിൽ നിന്നും വരുന്ന ദൈവവചനം ഈ ദേശത്തിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം വെളിപ്പെടേണ്ടതിന് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ദൈവജനമായി നിൽക്കുമ്പോൾ പാറയെ തകർക്കുന്ന ചുറ്റികയായി മാറേണ്ടതിന് ആ ദൈവവചനം ഈ ദേശത്തിൽ 30, 60, 100 മീനിയായി മാറി അനേക പാപികൾ ഈ ദേശത്തു നിന്ന് മടങ്ങി വരുവാൻ, അനേക പിന്മാറ്റക്കാർ ഈ ദേശത്തിൽ നിന്ന് മടങ്ങി വരുവാൻ, ഈ സഭയ്ക്ക് അനേക ആത്മാക്കളെ കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ ആ ശബ്ദം വളരെ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന മാറ്റമില്ലാത്ത ശബ്ദമായി മാറുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമീസ്വതന്ത്രം പാസ്റ്റർ MJ മോനച്ചനും പാസ്റ്റർ ലിയോ ഫോൾഡ് ദേവദാസന്മാരും മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുമല്ലോ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികാലം ഈ ദേശത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഘോഷിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെ ദൈവം അഭിഷേകം ചെയ്തല്ലോ. ഈ സമാപന രാത്രിയിലും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയുള്ള സമയം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായി, ഞങ്ങളുടെ രക്ഷിതാവായി, ഞങ്ങളുടെ കർത്താവിനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് സ്തുതിക്കുവാനും ആരാധിപ്പാനും ആവശ്യമേറിയ സ്വർഗീയ ദൈവകൃപ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കാൻ പോകുന്ന ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവേ, ഈ രാത്രികാലം അധികാരത്തിന്റെ വചനവുമായി ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം അയച്ചിരിക്കുന്ന അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ ദാസൻ അവിടുത്തെ വചനവുമായി ഈ രാത്രിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവേ, ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, ചില രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ കർത്താവേ, ദൈവത്തിന്റെ ജനത്തിന് ഒരു ആത്മീയമായ ഉണർവ് സംഭവിക്കുവാൻ, ദേശമൊന്ന് വിടുവിക്കപ്പെടുവാൻ, അന്ധകാര ശക്തികൾ ഓടി മറയുവാൻ, ചില അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വിടുതലിന്റെയും ശുശ്രൂഷകള് ഈ കർത്താവേ പന്തന്റെ ഉള്ളിൽ നടക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് വലിയവ ചെയ്താട്ട്. ഹല്ലേലൂയ. പാറകളെ തകർക്കുന്ന ചുറ്റികയ്ക്ക് സമമായിരിക്കുന്ന ദൈവത്തിന്റെ വചന ആമേൻ ഇന്ന് രാത്രി കല്ലില് ശക്തമായി ദേശത്തിന്റെ മേൽ മുഴങ്ങട്ടെ. കർത്താവേ, ചില ജീവിതങ്ങൾ യേശുവിന് ഈ രാത്രി രക്ഷകനായി സ്വീകരിക്കുന്ന രാത്രിയായി മാറുക, സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായി മാറുക, ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്ന രാത്രിയായി മാറേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അതിനായി അങ്ങയുടെ ദാസനെ ഉപയോഗിച്ചാട്ട് ഇവിടെ ആരാധന ലീഡ് ചെയ്യുന്ന അങ്ങയുടെ അഭിഷക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണം, അതിരുകളെ വിശാലമാക്കണം, ഈ ദേശത്തെ അനുഗ്രഹിച്ചാട്ട് എല്ലാ ശുശ്രൂഷകളും അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നല്ലോ. സകല മഹത്വം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. കണ്ണുകളടയ്ക്കാം, നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ സുവിശേഷ യോഗത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച സമയം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ 2 ദിവസങ്ങളിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പ്രസ്താവിപ്പാൻ നിന്റെ ഭൃത്യന്മാരെ സ്വർഗം ബലപ്പെടുത്താനായി സ്തുതിക്കുന്നു. ഈ കടശി രാത്രിയിലും ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടണം. ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ, ചില പാപികൾ മാനസാന്തരപ്പെടാൻ, നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മീതെ എറിഞ്ഞാൽ ചില നാൾ കഴിയുമ്പോൾ അത് നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്ത വചനം ഇന്ന് രാത്രിയിലും ശക്തിയോടുകൂടെ മുഴങ്ങാൻ ദൈവം സഹായിക്കണമേ. അനേക സ്റ്റേജുകളിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം വിളിച്ചു പറയുന്ന നിന്റെ ഭൃത്യനെ എന്ന പ്രസംഗനായിട്ട് അയച്ചല്ലോ. പൂർവാധികം ശക്തിയോടെ അവിടുത്തെ തിരുമഹത്വം ഇറങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ശുശ്രൂഷിപ്പാൻ ഉടയതമ്പുരാൻ സഹായിക്കണമേ. ഈ യോഗം ഇങ്ങനെ ക്രമീകരിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ദേശശുദ്ധി ഇന്ന് രാത്രിയുടെ വെളിപ്പെടാൻ ദൈവം സഹായിക്കണം. ആവശ്യമായ എല്ലാ നന്മകളും എല്ലാവരിലും ദൈവം വെളിപ്പെടുത്തണം. കടന്നു വന്നവരെ ആരും വെറുകയോടെ അയക്കരുത്. അവിടുത്തെ സ്നേഹത്തിൽ അവരെല്ലാം നിറയ്ക്കണം. ഭാരമുള്ളവർ, പ്രയാസമുള്ളവർ, ജീവിതത്തിൽ അർത്ഥമില്ലാതെ ജീവിക്കുന്ന അനേകർ ഞങ്ങളുടെ ശ്രവണ സീമയിലുണ്ട്. അവരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ മുൻപിൽ സമയം മുൻപോട്ട് കടന്നു പോവുകയാണ്.
ഇന്ന് രാത്രികാലം നമ്മുടെ മുളവന ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഒരുക്കുന്ന ഈ 3ാമത്തെ കൺവെൻഷൻ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഉണ്ടായിട്ടോ ആമീസ്വത്രം അല്ലാതെ സാമ്പത്തികത്തിൻ്റെ നീക്കിരിപ്പെടുത്ത് കൺവെൻഷൻ നടത്തുന്നതല്ല. ദൈവത്തിൻ്റെ സനയിൽ പ്രാർത്ഥിച്ച് ദൈവം തന്ന നിയോഗപ്രകാരം ഇങ്ങനൊരു കൺവെൻഷൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതിൻ്റെ തുടർമാനമായി ഇന്ന് 3ാമത്തെ കൺവെൻഷനിലേക്ക് പരിശുദ്ധനായ ദൈവം ഇത്രത്തോളം പേരായി കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഈ കൺവെൻഷനിൽ ആമീസ്വത്രം ഈ സഭ വളരെ ആത്മാർത്ഥമായി, പല വ്യക്തികളൊക്കെയും വളരെ ആത്മാർത്ഥമായി, സാമ്പത്തികമായും ആത്മീയമായും എല്ലാവരും ഒരുപാട് ദൈവത്തിൻ്റെ നാമത്തിൽ ആമീസ്വത്രം ഹല്ലേലൂയ വളരെ കരകളെ തുറക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്നുള്ള സമയങ്ങളിൽ അവരോടും സർവശക്തനായ ദൈവത്തോടും നമുക്ക് ആമീസ്വത്രം ഹല്ലേലൂയ തുടർന്നുള്ള നിമിഷങ്ങളിൽ നന്ദി പറയാനുള്ള സമയമായിരിക്കുന്നതുകൊണ്ട് വേഗത്തിൽ നമ്മുടെ തക്കത്തിൽ സമയം ഉപയോഗിക്കുക. കർത്താവിന്റെ ദാസന് സമയം കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നന്ദി പറയുവാനായി ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ സജി പാസ്റ്ററിനെ ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കും. കർത്താവിന്റെ വിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുക എന്നുള്ള എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ മഹായോഗം 27-ാം തീയതി രാത്രിയിൽ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തത് റവറൻഡ് ഡോക്ടർ ജോർജ് ടി കുര്യൻ സാറാണ്. ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ദേവദാസൻ കടന്നു വന്ന ശുശ്രൂഷയിൽ ഉദ്ഘാടനം ചെയ്യുവാൻ ഇടയായിത്തീർന്ന പ്രിയ സ്ഥാനെ ഓർത്തുകൊണ്ട് കഥാനെ ബോധ്യപ്പെടുത്തുകയും മുഴുവൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങൾ നന്ദിയും അറിയിക്കുന്നു. ദൈവമായി സഹായിക്കുമാറാകട്ടെ. അടുത്തായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റോയ് സാറ് കഴിഞ്ഞ ദിവസം നമ്മുടെ പദ്ധതിയിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രിയ സ്ഥാനെ ഓർത്തുകൊണ്ട് കഥാനെ ബോധ്യപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ മുഴുവൻ ചർച്ചിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായി സഹായിക്കട്ടെ. 3 ദിവസങ്ങൾ 3 ദേവദാസന്മാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ആദ്യമായിട്ട് 27-ാം തീയതി തിങ്കളാഴ്ച രജീഷ സങ്കോട്ട ദേവദാസനാണ് കടന്നു വരുവാനും മാറ്റമില്ലാത്ത വചനം അറിയിക്കാനൊക്കെ ഇടയായിത്തീർന്നത്. പ്രിയ ദേവദാസനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ശുശ്രൂഷ ചെയ്തതിന് കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മുഴുവൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞത് സജി ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന് വളരെ യാത്ര ചെയ്തൊക്കെയാണ് കടന്നു വന്ന് മാറ്റമില്ലാത്ത വചനം അറിയിച്ച ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുന്നത് കെ എബ്രഹാം പാസ്റ്ററാണ്. പാസ്റ്ററോട് കഥാനെ ബോധ്യപ്പെടുത്തുന്നു. വളരെ തിരക്കേറിയ ശുശ്രൂഷയുടെ മധ്യത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ഇന്നത്തെ ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വന്ന പ്രിയ ദേവദാസനെ ഓർത്തുകൊണ്ട് കഥാനെ ബോധ്യപ്പെടുത്തുന്നു. കഥാവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് മുളവന സഭയുടെ കൃത്യമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ. അടുത്തായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഗായക സംഘത്തിനാണ്. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ അനുഗ്രഹത്തിൽ ആനന്ദിപ്പിച്ച പ്രിയ ഗായക സംഘത്തിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ രാജേഷ് പാസ്റ്ററും ടീമുമാണ് നമ്മുടെ മധ്യത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾ പാട്ടുപാടി നമ്മെ സന്തോഷിപ്പിക്കാൻ ഇടയായിത്തീർന്നത്. അവരുടെ ഗാനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് മഹത്വമായിരുന്നു. ടീമിനെ ഓർത്തുകൊണ്ട് കഥാനെ മഹത്വപ്പെടുത്തുന്നു. കഥാവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും അറിയിക്കുന്നു. അടുത്തതായിട്ട് മൈക്കിലായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന പ്രിയ സൗണ്ട്സാണ്. അവരെ ഓർത്തുകൊണ്ട് അവരെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുവാനൊക്കെ ഇടയായിത്തീർന്നു. അവർക്കുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. മൈക്ക് സാക്ഷൻ തന്ന പോലീസ് അധികാരികൾക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു. കടന്നു വന്ന് സഹകരിച്ച ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പാസ്റ്റർമാർ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിലെ പാസ്റ്റർമാര് വിവിധ സഭകളിൽ പ്രദാനം ചെയ്യുന്ന ദേവദാസന്മാരുണ്ട്. ഇവരെല്ലാം ഓർത്തുകൊണ്ട് കഥാനെ ബോധ്യപ്പെടുത്തുന്നു. ഓഡിയൻസിന്റെ മധ്യത്തിൽ ദേവദാസന്മാർ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് കഥാനെ ബോധ്യപ്പെടുത്തുന്നു. മുഴുവൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ കൃത്യമായ സ്നേഹവും വന്ദനവും നന്ദിയും ഈ ഭരണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്നതിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന് സഹകരിച്ച എല്ലാ ദേവദാസന്മാർക്കും ദാസന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും കഥാവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും നന്ദി അറിയിക്കുന്നു. കായംകുളം സെൻട്രൽ പാസ്റ്റർ ജോണിക്കുട്ടി 3 ദിവസങ്ങളിൽ കടന്നു വന്ന് ഇതിൽ സഹകരിക്കാൻ ഇടയാക്കുന്നു. പ്രിയ പാസ്റ്ററിനുള്ള നന്ദി അറിയിക്കുന്നു. അയൽ സഭകളിൽ നിന്ന് കടന്നു വന്ന സഹകരിച്ച എല്ലാ ദേവദാസന്മാർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു. ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ച സഭച്ചാന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്കും ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ഈ മുളവന ചർച്ച് ഓഫ് ക്രൈസ്റ്റ് മുളവന സഭയാണ്. വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ നമ്മുടെ സഭയിലുള്ളൂ എങ്കിലും വളരെ ആത്മാർത്ഥമായി സ്തോത്രം അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനൊരു മഹായോഗം നടക്കുവാൻ ഇടയായിത്തീർന്നത്. സ്തോത്രം സെക്രട്ടറിയോടും സഭാ വിശ്വാസികളോടുമുള്ള
പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഞാൻ ഈ ധർണത്തിൽ അറിയിക്കുന്നു. ദൈവമകത്ത് ഉദാഹരണമായി പ്രതിഫലം തന്നെ മാനിക്കുമാറാകട്ടെ. നമ്മുടെ 3 ദിവസത്തെ യോഗം ലീഡ് ചെയ്ത ദേവദാസന്മാർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് സഹായിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. ദേശവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കടന്നു വന്ന് ഇതിൽ സഹകരിച്ചവരുണ്ട്. അവരുടെ ലോകത്തോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും കൃത്യമായി നന്ദി പറയുന്നു. ഈ മീറ്റിംഗ് ഇത്ര വിജയകരമാക്കി തീർത്തത് നിങ്ങളുടെ ഇത് പുറകിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. സർവകൃപാലയമായ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങളെ നൽകി തിരുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നന്ദി അറിയിക്കുന്നു. സാമ്പത്തികമായി ഒത്തിരി സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവർക്കും കൊണ്ട് കർത്താവിനെ ബോധ്യപ്പെടുത്തിയതിന് കൃത്യമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സർവോപരിയായി സകലമാനത്തിനും പുകഴ്ചയ്ക്കും ഭഗവാനത്തിനും സ്തോത്രത്തിനും ആരാധനയ്ക്കും എല്ലാം കാരണഭൂതനായ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ സകല മാനവും മഹത്വവും ഞാൻ കർത്താവിൽ നാമത്തിൽ അർപ്പിക്കുന്നു. കർത്താവിന് അർപ്പിക്കുന്നു. ദൈവമാകത്ത് നമ്മെ ധാരണമായി സഹായിക്കും. ഇപ്പോൾ നമ്മളെ ഒരു പാട്ട് പാടി സ്വന്തകാഴ്ച എടുക്കുകയാണ്. ആമേൻ. നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് സീറ്റ് ഒരുപാട് കിടപ്പുണ്ട്. ബാക്കിൽ നിൽക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ആരും നിൽക്കാൻ ശ്രമിക്കരുത്. കഴിവതും എല്ലാവരും ദൈവസ്നേഹത്തിൽ മുൻപിലോട്ട് കടന്നു വരിക. എഴുന്നേറ്റ് നിന്ന് നമ്മൾ അദ്ദേഹം പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് സീറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റാണ്. ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൽ ദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരുപാട് പേര് ബാക്കിലുണ്ട്. നിങ്ങൾ ഫ്രണ്ടിലോട്ടൊന്ന് ഇരുന്നാട്ടെ. മാക്സിമം ഈ സീറ്റ് കംപ്ലീറ്റ് ചെയ്താട്ടെ. മാക്സിമം ഫ്രണ്ടിലോട്ട് ഇരുന്നാട്ടെ. മാക്സിമം പ്ലീസ് എല്ലാവരും ഫ്രണ്ടിലോട്ട് ഇരുന്നാട്ടെ. നമുക്ക് സ്ഥലം വളരെ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ പ്രത്യേകമായി ഫ്രണ്ടിലോട്ട് ഇരുന്നാട്ടെ. കംപ്ലീറ്റ് ചെയ്താട്ടെ. സീറ്റ് ഫ്രണ്ടിൽ സീറ്റുണ്ട്. പ്ലീസ് ആരും അവിടെ നിൽക്കരുത്. സീറ്റ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിലോട്ട് ഇരുന്നാട്ടെ. ദേവദാസന്മാർക്കുള്ള സൈഡിൽ ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദേവദാസന്മാർ ആരും ബാക്കിൽ നിൽക്കില്ലേ. ദേവദാസന്മാർക്ക് സൈഡിൽ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കർത്താവിൽ ദേവദാസന്മാർ എല്ലാവരും ഫ്രണ്ടിലെ സൈഡ് സീറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കടന്നു വരാം. ഫ്രണ്ടിലോട്ടിരുന്നാണ്. ഓക്കെ. എല്ലാവരും ദിവസത്തിൽ ഇരുന്നാട്ടെ.
അറിയുന്നു ഞാൻ ആത്മാവിലനുദിനം അറിയുന്നു ഞാൻ ആത്മാവിലനുദിനം അകതാരിൽ കൃപതാ അകതാരിൽ കൃപതാ യേശുപരാ കരുണാവാരിധി അഭയം നീ മാത്രമേ അഭയം നീ മാത്രമേ ദർശനം ദിവ്യമഹത്വം കാണുവാനിരിക്കുന്ന നിമുഖ ദർശനം സാധുവാം എന്നെ ഓർക്കുവാനായി ഞാൻ സാധുവാം എന്നെ ഓർക്കുവാനായി ഞാൻ എന്നുള്ളൂ എൻ ദൈവമേ കരുണാവാരിധി അഭയം നീ മാത്രമേ അറിയുന്നു ഞാൻ ആത്മാവിലനുദിനം അറിയുന്നു ഞാൻ ആത്മാവിലനുദിനം അകതാരിൽ കൃപതാ അകതാരിൽ കൃപതാ യേശുപരാ കരുണാവാരിധി അഭയം നീ മാത്രമേ പ്രാർത്ഥിക്കാം. സമയം ദീർഘമാകുന്നു. കർത്താവിദാസന സമയം ഷെയർ ചെയ്യണമല്ലോ. സ്വത്രാഴ്ചയുടെ അനുഗ്രഹത്തിനായി പാസ്റ്റർ തോമസ് കുട്ടി മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കുക. ഈ രാത്രി സമയത്തിനായി പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ധർമ്മങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയതായ സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി സമയത്തിനായി സ്തോത്രം. കർത്താവെ, കർത്തൃക്കേസിൻ്റെ 3ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ 3 ദിവസത്തെയും ദൈവം ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാർ ഓരോരുത്തരും കടന്നു വന്ന് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് ആത്മീയ രക്ഷ പകരുവാൻ ഈ ദൈവവചനത്തിൽ കൂടെ, ഈ സഭയുടെ അടിസ്ഥാനത്തിലുള്ള കൺവെൻഷനിൽ കൂടെ അനേകർ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. കടന്നു വന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാകണമേ. ദൈവവേലയെ ശക്തമായി ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ. എല്ലാ ശുശ്രൂഷകൾക്കും ദൈവം മാനവും മഹത്വം നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൽ വിലപ്പെട്ട ദൈവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ സന്ദേശം അറിയിക്കുമ്പോൾ ഈ ദേശത്തിൽ വലിയൊരു ഡെലിവറൻസ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആസിയിൽ ദൈവജന പൗലോസ് ശുശ്രൂഷിച്ചപ്പോൾ ആസിക്കാരുടെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, എന്നാൽ വചനത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു കിട്ടേണ്ടതിന് നമ്മുടെ പ്രാർത്ഥനയാണ് കർത്താവിന്റെ ദാസന്റെ ദൈവജനത്തിന്റെ ആധികാരികത. ഇന്ന് ശക്തമായി തന്റെ ദാസനെ അധികാരത്തോടെ ഉപയോഗിക്കുവാൻ ഈ ശബ്ദം നമ്മുടെ സഭയ്ക്ക്, ഈ ദേശത്തിന് ഒരു വിടുതലായി മാറുവാൻ തന്റെ ഭക്തനെ ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. പാസ്റ്റർ കെ എബ്രഹാം അവറുകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ല ഹല്ലേലൂയ. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുമോ അറിയില്ല. കുറച്ച് കസേരയൊക്കെ ഫ്രണ്ടിൽ കാലിയുണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ മുമ്പിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും സീറ്റില്ല, ഫ്രണ്ട് ഫുള്ളാണെന്ന് ഓർത്ത് ബാക്കിലിരിക്കുന്നെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, ഒരു 5-6 പേർക്ക് ഫ്രണ്ടിലിരിക്കാൻ. ജെൻസ് സഹോദരന്മാരുടെ ഭാഗത്ത് കസേരയുണ്ട്. അകത്തിരിക്കുന്ന സഹോദരന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നിരിക്കാം. നാളെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരുന്ന പ്രശ്നം കേൾക്കാൻ പറ്റുകയല്ല, ഇന്നൂടെ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മുൻപിലോട്ട് കയറിയിരിക്കാൻ ദേവദാസന്മാർ പറഞ്ഞതുകൊണ്ട് ഞാനിനി പറയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മൈക്ക് പുറത്ത് കേൾക്കുന്നതുകൊണ്ട് ഒരു കാര്യം പലതവണ പറയുമ്പം ഈ കേൾക്കുന്നവർ അനുസരണമില്ലാത്തവരാണെന്ന് അവർ വിചാരിക്കും. നമുക്ക് കാര്യം അറിയാം, എന്നാലും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത്. കാരണം ഒരു തവണ പറഞ്ഞല്ലോ, കൃപയുള്ളവരാണല്ലോ. അപ്പോൾ രണ്ടാമത് പറയുമ്പോൾ അനുസരിച്ചില്ല എന്ന് അവരറിയും. അതുകൊണ്ടാണ് പറയാത്തത്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മഹാസമ്മേളനത്തിൻ്റെ കടൈശി രാത്രി കർത്തൃപാദപീഠത്തിൻ്റെ ശുദ്ധ മനസാക്ഷിയിൽ കളങ്കമില്ലാതെ സത്യവചനം കൊണ്ട് നിൽപ്പാൻ കരുണാമയനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ ഭാഗ്യ പദവിക്കാൻ ലോകത്തിലെ ഏതെല്ലാം രാജ്യത്ത് പോയാലും എത്ര വലിയ സ്റ്റേജുകളിൽ 10,000 പ്രസംഗിച്ചാലും ഇന്ന് രാത്രിയിലെ മെസ്സേജിനേക്കാൾ വലുതല്ല ഇന്നലെ പറഞ്ഞതൊന്നും. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് എൻ്റെ അവസാനത്തെ മെസ്സേജാണ്. നിങ്ങൾ ചോദിക്കുക, അതെന്താ ഭാഷ അങ്ങനെ പറഞ്ഞേ? എൻ്റെ യേശുവിൻ്റെ വരവിനെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് പ്രത്യാശയുണ്ട്. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ആശീർവാദം പറയുന്ന 9-9:30 അങ്ങനെ ഒരു സമയത്തിന് വേണ്ടിയല്ല. ഞാൻ നിൽക്കുന്നത് കാഹളം കേൾക്കാനാണ്. ഈ മനസ്സില്ലാത്തവരൊന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയുള്ളവരല്ല. ഒന്നുകിൽ യേശുവിൻ്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ മരണം. ഇത് രണ്ടും നമ്മുടെ അടുത്തുണ്ടെന്ന് വിചാരിക്കണം. മരണമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവർ രക്ഷിക്കപ്പെട്ടവരെ അല്ല. സ്നാനപ്പെട്ടെങ്കിൽ അതൊരു അബദ്ധമാണെന്ന് വിചാരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണം എന്ന് കേട്ടാൽ പ്രത്യാശയോടെ മരണത്തെ ഭയപ്പെടാത്ത ഒരു വ്യക്തിയാണ് യഥാർത്ഥ ദൈവപൈതൽ. ഞാൻ ഉൾപ്പെടെ, അതിനകത്ത് നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞാൻ ഉൾപ്പെടെ. ആമേൻ. ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് ആ തീരുമാനം മാറ്റാം. ഇന്നലെ വരെ നിങ്ങൾക്ക് മരണത്തെ ഭയമുണ്ടായിരുന്നെങ്കിൽ, സമയാമാരത്തിൽ എന്ന പാട്ട് കേൾക്കുമ്പോൾ നിരാശ തോന്നി നെറ്റിച്ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് നമ്മളൊരു ഒറിജിനൽ ദൈവപൈതലാകുന്നത്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ ആ വാഹനം ഓടിച്ച് തിരുവല്ലയിൽ നിന്നിങ്ങനെ യാത്ര ചെയ്ത് ഭരണിക്കാവ് വന്നതിന് ശേഷം ഇടത്തോട്ട് തിരിച്ച് കുണ്ട റോഡിൽ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഒരു നല്ല ഗ്രാമപ്രദേശത്തേക്കാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മാനസികാവസ്ഥ അങ്ങ് മാറി. സ്തോത്രം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവമക്കളുടെ ഐക്യതയും സ്നേഹവും സന്തോഷവുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടുത്തെ നല്ല അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഒത്തിരി താല്പര്യമുള്ളവരോടുണ്ട്. ഹല്ലേലൂയ. അത് ഈ കൺവെൻഷൻ്റെ ഒരു അനുഗ്രഹമാണ്. സസ്യശബളാഭമായ കേരള ഭൂമിയുടെ ഐശ്വര്യസമ്പൂർണമായ കൊല്ലം ജില്ല, അതിൻ്റെ ശാലീന സൗന്ദര്യം വിരിഞ്ഞു നിൽക്കുന്ന പേരയമെന്നോ മുളവനെന്നൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ പ്രാന്തപ്രദേശമായ കൊച്ചു ഗ്രാമം, പ്രകൃതി രമണീയമായ നല്ല അന്തരീക്ഷം, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം സാഗൂതം സുവിശേഷം കേൾക്കുവാൻ കാതുകൊടുക്കുന്ന സ്വർഗീയ രാത്രി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ കൊണ്ട് ശബ്ദമുഖരിതമായ അന്തരീക്ഷം, തുടർന്ന് ദൈവവചനം കേൾക്കുവാൻ അകത്തളത്തിൽ ആത്മനാഥനുള്ള അനുരാഗം നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കളുടെ കണ്ണും കാതും ഹൃദയവും. സ്തോത്രം. ആമേൻ. അറിയാതെ നാവ് ചലിച്ചു പോകുന്ന, ചുണ്ടു വിരമ്പി പോകുന്ന സ്തോത്രത്തിൻ്റെ
ആമേൻ, മർമ്മര ശബ്ദങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, ചലിക്കുന്ന ശരീരവും തുടിക്കുന്ന ഹൃദയമുള്ളൊരു ദൈവ പൈതൽ, തിളയ്ക്കുന്ന വെള്ളത്തിന്റെ പാത്രത്തിലെ അകത്തളം പോലെ ഉള്ളിലൊരു കത്തുന്ന ഒരു അനുഭവമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കാനുള്ളൊരു ആകാംക്ഷ നിങ്ങളുടെ അകത്ത് ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന ഒരു സന്തോഷം. ഇനി എൻ്റെ പ്രസംഗ ഭാഷയിൽ, കെ എബ്രഹാമിന്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ ആ മുഖത്തൊരു മേൽവിലാസം ഇങ്ങനെ എഴുതിയത് കാണണം. ഒരു നല്ല തൂത് പറമാസ്റ്ററെ, ഞങ്ങളൊന്ന് ആരാധിക്കട്ടെ എന്ന് പറയുന്നു. മേൽവിലാസം എഴുതിയ മുഖം. ഇത് ഞായറാഴ്ച. ആമേൻ, ആമേൻ, സ്തോത്രം. ഈ മോണിറ്റർ ഞാൻ ശബ്ദം എടുക്കുന്നതനുസരിച്ച് കുറയ്ക്കാൻ പോലും ഇപ്പൊ കൊള്ളാം. സ്തോത്രം. ഔട്ട് നോക്കും മോണിറ്ററിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില ശബ്ദം കൂടുതൽ എടുക്കും. ഞാൻ മൈക്ക് മാറ്റിക്കൊള്ളാം. ഞാൻ ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. അതിനൊന്നും എല്ലാവരും ഒന്നും ആമേനൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റിയില്ലെങ്കിൽ, ആമേൻ, ഇവിടെ തന്നെ നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് ആരാധിക്കാൻ ഒരു മനസ്സ് നമ്മുടെ അകത്ത്. അങ്ങനെ സംഭവിക്കുവോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരകത്തൊരു മനസ്സങ്ങനെ ഉണ്ടെങ്കിൽ ആ ആളിനെയാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ആളെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് ചേർന്ന് നടക്കുന്ന പ്രിയപ്പെട്ടവർ, സ്തോത്രം. ഈ ദേശത്തിലെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വയൽ പ്രദേശം അധ്വാനിക്കുന്ന എൻ്റെ ആത്മീയ സ്നേഹിതന്മാർ, സഹബദ്ധന്മാർ, ക്രിസ്തുവിൽ സഹഭടന്മാർ, എന്നേക്കാൾ പ്രായമുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ പക്വതയുള്ള പരിജ്ഞാനമുള്ള വചനമറിയാവുന്ന, എന്നേക്കാൾ നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്ന ഒക്കെ പ്രിയപ്പെട്ടവരെ കേൾവിയിലുണ്ട്, ഈ ശ്രവണ സീമയ്ക്കകത്തുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ സ്തോത്രം, നോട്ടീസിനകത്ത് പേരൊക്കെ വെച്ച് സംഘാടകരെന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ അവരുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. ഈ ഉച്ചഭാഷിണി എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായ അല്ലെങ്കിൽ വലിയവനായ എന്തെങ്കിലും പ്രത്യേകത ഉള്ള ഒരാളല്ല. ഞാനും നിങ്ങളും തമ്മിൽ ഒരേ ബന്ധമാണ്. നമ്മളെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. സ്തോത്രം. അതിനേക്കാൾ വലിയൊരു പൊസിഷനുമില്ല, അതിനേക്കാൾ വലിയൊരു സ്ഥാനം ഈ ലോകത്തിൽ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലുത്. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ചില വാക്യങ്ങൾ ആമേൻ ഒന്ന് വായിച്ചിട്ട് തിരുവചന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഞാൻ ആ വാക്യങ്ങൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ഇവിടെ ഉച്ചത്തിൽ വായിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർ ബൈബിൾ തുറന്ന വാക്യം അതിനകത്തുണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് നോക്കണ്ട. നിങ്ങൾക്ക് ആ വാക്യം ഈ മൈക്കിനകത്തൂടെ, ഈ ബോക്സിലൂടെ കേൾപ്പ്, സ്തോത്രം പറയാനുള്ള നല്ലൊരു അവസരമാണ്. കർത്താവിനെ സ്തുതിക്കാനൊക്കെ. അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് ദൈവവചനം കേൾക്കാൻ സമയമെടുക്കുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ ശ്രമിക്കേണ്ട. ഒരാളത് വായിച്ചു തരും. ആദ്യം വായിക്കുന്നത് 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. രണ്ടാമത് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. മൂന്നാമത് വായിക്കുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27, 28. ഇത് മൂന്നും വായിച്ചിട്ട് ഈ 3 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് 4-ാമത്തെ വാക്യം വായിക്കും. ആമോസ് 4:12. അതിനുശേഷം ദൈവവചനത്തിൽ നിന്ന് പ്രസംഗം ആരംഭിക്കും. വായിക്കാം ഓരോന്നായിട്ട്. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കും. 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിന്റെയും, പൊളിറ്റിക്കൽ, റിലീജിയസ്, ലോകപരമായ, സോഷ്യൽ, ആമേൻ, ഇന്ന് കാണുന്ന സകല മേഖലകളും, എക്കണോമിക്കൽ, സയൻസ്, സകലത്തിന്റെയും, ആമേൻ, എല്ലാം കാണുന്ന സകല മേഖലകളും, അതിന്റെ എല്ലാം ഒരന്ത്യം, ഒരവസാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. നമ്പർ 2 മത്തായി 24:8. എങ്കിലും ഇത്
ഇതൊക്കെയും ഏ എങ്കിലും ഇതൊക്കെയും ഈ ആദ്യം ഈ അവസാനം വന്നിരിക്കുന്നു. എങ്കിലും ഇതൊക്കെ ഈ കാണുന്നതെല്ലാം ഈ സംഭവങ്ങളെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഒരു പ്രസവ വേദനയുടെ ആരംഭമത്രേ. അത്താൽ ആമേൻ, ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലും, സയൻസ് വേണ്ടെന്ന് പറഞ്ഞാലും, ലോകത്തിലെ ഏത് രാജ്യം ഭരിക്കുന്നവർ വേണ്ടെന്ന് പറഞ്ഞാലും, വേദന തുടങ്ങിയോ പ്രസവം നടക്കും. കൃപയുള്ളവൻ ദൈവത്തെ സ്തുതിച്ചാണ്. ഇത് ഈറ്റുനോവിന്റെ ആരംഭമായതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ ഡൊണാൾഡ് ട്രംപിനോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി മൈക്കിളിനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിക്കോ ലോകത്തിലെ ഏതെങ്കിലും പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഇത് വേണ്ടെന്ന് തോന്നിയാലും വേദന തുടങ്ങിയത് കൊണ്ട് പ്രസവം നടന്നിരിക്കും. അവൻ അറിയണ്ട എന്ത് പ്രസവം, ആർക്കാ വേദന? 250 കോടി ജനം വരുന്ന യൂണിവേഴ്സൽ ക്രൈസ്തവ സഭ, ആഗോള ക്രൈസ്തവ സഭ ഒരു ഈറ്റുനോവിലാണ്. എന്താ ഈറ്റുനോവ്? അവൻ ഉള്ളിലൊരു ഗർഭമുണ്ട്. അത് ഏതാ? മണവാട്ടിൽ സഭയാകുന്ന കുഞ്ഞ്. കാലതാമസം വിന കാഹളം ധരിക്കുമ്പോൾ എടുക്കപ്പെടേണ്ട ദൈവസഭ. അത് പിറക്കാനുള്ള വേദനയാണ് ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന വേദന മുഴുവൻ. നമുക്ക് ചുറ്റും കാണുന്ന സംഭവങ്ങൾ മുഴുവൻ. ഹല്ലേലൂയ. ഇറാന്റെ സൈന്യാധിപൻ സുലൈമാനിയെ ഡ്രോൺ ഉപയോഗിച്ച് ട്രംപ് തകർത്തെങ്കിൽ, ഇറാഖിന്റെ US വ്യോമത്താവളങ്ങളിൽ ഇറാന്റെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നു വീണെങ്കിൽ, ചൈനയുടെ തെരുവിലെ വുഹാൻ പട്ടണം ഉൾപ്പെടെ 12 പട്ടണങ്ങൾ കൊറോണ വൈറസിന്റെ പിടിക്കകത്ത് അമർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ മഹാരാജ്യം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പൗരത്വ ഭേദഗതി ബില്ലിന്റെ അടിമത്തത്തിൽ അമർന്നിട്ടുണ്ടെങ്കിൽ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭീകരന്മാരുടെ കർവാഴ്ച, തട്ടിക്കൊണ്ടുപോകലും വിലപേശലുകളും നിത്യ സംഭവങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ, ബ്രൗൺഷുഗറും ഹാഷിഷും മരിച്ചുവാനെയും കഞ്ചാവും പെതടിനും പട്ടച്ചാരായവും ഉൾപ്പെടെ ലഹരി മരുന്നുകൾക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ യൗവന തലമുറ അടിമയായിട്ടുണ്ടെങ്കിൽ, ആഞ്ഞിരിക്കുമ്പോൾ മാസത്തെ ബൾബിലും പൊട്ടാസ സൈലഡിലും റെയിൽവേ പാളത്തിലും ആയിരങ്ങൾ ദിനങ്ങളിൽ മരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ 29 സ്റ്റേറ്റുകളിൽ പീഡനങ്ങള് പീഡനകഥകള് സർവ്വത നടക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തു, എന്റെ പ്രാണനാഥൻ വരാറായി, എന്റെ പ്രാണനാഥൻ. അതുകൊണ്ട് വായിക്കാം. ലേഖനം 9:27-28 ഇതിനെല്ലാം കൂടെ ഒന്ന് സംക്ഷേപിച്ച് ഒന്ന് റിഡാക്ട് ചെയ്ത് ഞാൻ അവിടേക്ക് വരാം. വായിച്ചോട്ട്. ഒരിക്കൽ മരിക്കുകയും അതുകൊണ്ട് നിങ്ങൾ അറിയണം, എല്ലാവരും അറിയണം, മുളവനെ മുഴുവൻ അറിയണം, പേരെ മുഴുവൻ അറിയണം, കൊല്ലം മുഴുവൻ അറിയണം. ഒരിക്കൽ നീ മരിക്കും. പിന്നെ ന്യായവിധി. മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. എന്ത് ചെയ്തിരിക്കാൻ? നിയമിച്ചിരിക്കയാൽ. ഞാനിവിടേക്ക് വരാം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഫുൾ സ്റ്റോപ്പ്. അടുത്തത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. രണ്ടാമത് പ്രാണനാഥൻ പ്രത്യക്ഷനാകും. യേശു വരാറോ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ കേട്ടു. ഒന്ന്, എല്ലാറ്റിന്റെ അവസാനം മറക്കല്ല. എല്ലാറ്റിന്റെ അവസാനം കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോകണം. ഇത് എല്ലാറ്റിന്റെ അവസാനം വന്നിരിക്കുന്നു. ഇത് ഒരു ഈറ്റുനോവിന്റെ ആരംഭമത്രേ. എന്താണ്? മരണം, ന്യായവിധി, കർത്താവിന്റെ വരവ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വാക്യം ആമോസ് 4:12 വാക്യം. അതുകൊണ്ട് ഇസ്രായേലേ, പുതിയ നിയമ ഇസ്രായേലേ, മുളവനയിലെ പുതിയ നിയമ സഭ, ഞാനിങ്ങനെ നിന്നോട് ചെയ്യും.
ഞാനത് നിന്നോട് ചെയ്യും. ഇസ്രായേലേ, പുതിയ നിയമസഭ ഞാനിത് നിന്നോട് ചെയ്യുവാൻ ഇത് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ സഭ ഈ രാത്രി ഒരുങ്ങിക്കൊള്ളുക. ഈ 4 വാക്യങ്ങളെ ക്രോഡീകരിച്ച് ഇന്ന് രാത്രി തിരുവചന ചിന്തകളിലേക്ക് കടക്കുകയാണ്. എല്ലാവരും സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഒരാൾ പോലും മൗനമായിരിക്കരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരേക്ക് പടർന്നു ചെല്ലുന്ന ഒരു ആത്മീയ അഗ്നി പോലെ ഈ ഗ്രൗണ്ട് മുഴുവൻ ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ അന്യഭാഷ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവർ ധനിക്കുന്നതിന് ആത്മീയ വർത്തനം വരുത്തുന്നു. ഇന്ന് രാത്രി ചാവാറായ ശേഷിപ്പുകളെ സകലീകരിക്കുന്ന ദൈവങ്ങളുടെ വ്യാപാരം ഈ ഗ്രൗണ്ട് മുഴുവൻ അവൻ ഓരോ വ്യക്തികളിലും ഈ രാത്രി വ്യാപരിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ അവൻ 1000 ഇരട്ടി ചൈതന്യമുള്ളവരായി മടങ്ങി പോകുവാൻ അവൻ ആകാശങ്ങളെ കീറി മുറിച്ച് പുകയുന്ന പർവ്വതങ്ങളെ തൊടുന്ന ദൈവാത്മാവിന്റെ ശക്തി ഈ രാത്രി ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. താമ്ര കലങ്ങളെ ഉടച്ചവൻ, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചവൻ, കൽദയ ബാബിലോണിയ സാമ്രാജ്യങ്ങളോട് വചനം കൊണ്ട് കണക്ക് പറഞ്ഞ എന്റെ പ്രാണപ്രിയർ, ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരെ വചനത്തിന്റെ വജ്രസൂചി മുനയിൽ നിന്ന് കണക്ക് പറയിപ്പിച്ച എന്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി സാമ്രാജ്യത്തിന് മേൽ അധികാരമുള്ളവൻ, കാലത്തിന് മേൽ അധികാരമുള്ളവൻ, സമയത്തിന് മേൽ അധികാരമുള്ളവൻ, ചക്രവർത്തിമാരുടെ മേൽ അധികാരമുള്ളവൻ, രാജ്യത്തിന് മേൽ അധികാരമുള്ളവൻ, സൗരയൂഥങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, പാതാളത്തിന് മേൽ അധികാരമുള്ളവൻ, മരണത്തിന് മേൽ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുടെ ആരാധനയല്ല, ആരാധനയുടെ ആഘോഷം ഇന്ന് രാത്രി മുഴങ്ങട്ടെ. പ്രാണനാഥനെ, അല്പസമയം അങ്ങയുടെ ആലോചനയ്ക്ക് ശബ്ദം കൊടുക്കുവാൻ എളിയവൻ നിൽക്കുകയാണ്. ശബ്ദം മാത്രം അടിയേണ്ടതും ദൂത് മുഴുവൻ അങ്ങയുടേതുമായിരിക്കാൻ സ്തോത്രം. തിരുക്കരങ്ങൾ സമർപ്പിക്കട്ടെ. കൃപയിൽ പുതിയവനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം ആമേൻ വാഗ്ദത്തങ്ങൾ പ്രവചനങ്ങളായി ഉടമ്പടികളായി 7487 ഇതിനകത്ത് 1189 അധ്യായങ്ങളിലായി 31,173 വാക്യങ്ങളിലായി 8,10,697 വാക്കുകളിലായി 7,487 ആമേൻ പ്രവചനങ്ങൾ വാഗ്ദത്തങ്ങൾ ഉടമ്പടികൾ നിരത്തിയിട്ടിരിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് 918 വാക്യങ്ങൾ എന്റെ പ്രാണനാഥന്റെ രണ്ടാമത്തെ വരവ്, പ്രഥമ പ്രത്യക്ഷത, ദ്വിതീയ പ്രത്യക്ഷത, രണ്ടാം ആമുഖമായ മഹത്വ പ്രത്യക്ഷത ഉൾപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ ത്രിമാന പ്രത്യക്ഷതകളുടെ അടിവരയിട്ട വചനത്തിന്റെ തെളിവുകൾ വേദപുസ്തകം ഇന്ന് രാത്രി വിളമ്പുമ്പോൾ പുതിയ നിയമത്തിൽ 318 വാക്യങ്ങളും അവൻ പഴയ നിയമത്തിൽ 920 1200 വാക്യങ്ങൾ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവൻ സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് ചില വചനങ്ങൾ വേദപുസ്തകം പ്രവചന ഗ്രന്ഥമാണെന്നും എന്റെ പ്രാണനാഥന്റെ വരവാതുക്കല്ലെന്നും അവൻ മരണം സത്യമാണെന്നും ന്യായവിധി സത്യമാണെന്നും ഈ രാത്രി അകത്തളത്തില് ഒന്ന് തിരിച്ചയക്കാൻ എന്റെ പ്രാണനാഥന് സമ്മതമാകയാൽ സന്തോഷമുള്ളവരെ ഒരു സ്തോത്രം കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന 33.5 വർഷം ഇവിടെ ജീവിച്ചു. അവൻ 39 അത്ഭുതങ്ങൾ 3.5 വർഷം കൊണ്ട് ചെയ്തു. ലോകത്തിൽ കേൾക്കാവുന്ന നിന്ന മുഴുവൻ യേശു കേട്ടു. നിങ്ങളാരും അങ്ങനൊക്കെ ഒരു നിന്ന കേട്ട അന്ന് സഭ വിട്ടുപോയ. ഇന്ന് രാത്രി അന്ന് എനിക്കിവിടെ വായിക്കാൻ സമയമില്ല, അത് വേറെ സബ്ജക്റ്റാ. യേശുവിനോട് യഹൂദന്മാർ ചോദിച്ചു, നിന്റെ അപ്പനാരാ? അവൻ
അമേൻ. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ആ സമയം പിന്നെ പോവും? പറ, സത്യം പറ, പോവുകയല്ല. പാസ്റ്റർമാമ ചിരിച്ചില്ലെന്ന് പറഞ്ഞ് സഭായോഗത്തിന് വരാത്തവരുണ്ട്. അവരാണ് ഇത് കേട്ട. യേശുവിനോട് പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവർ അല്ല, ഞങ്ങൾക്ക് ഒരപ്പനെ ഉള്ളെന്ന്. യോഹന്നാൻ എട്ടിക്കിടപ്പുണ്ട്, ഞങ്ങൾക്ക് ഒറ്റ അപ്പനെ ഉള്ളെന്ന് യേശുവിനോട് പറഞ്ഞ. അവൻ യോഹന്നാൻ എട്ടിക്കിടപ്പുണ്ട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ടെന്ന് അവൻ യേശുവിനോട് പറഞ്ഞതാ. ഹല്ലേലൂയ. ഈ നിന്ന മുഴുവൻ കേട്ട് തന്നെ കൊല്ലാനിരുന്നവരുടെ നടുവിൽ 33.5 കൊല്ലം ജീവിച്ച് അതിൽ നിന്നൊരു ദൂതി ഞാൻ പറയട്ടെ. കൃപയുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റൊക്കെ ഹല്ലേലൂയ പറഞ്ഞോളാം. പിന്നെ നമുക്ക് ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ നിങ്ങൾ എൻ്റെ കൂടെ വാതി ഞാൻ കാണിച്ചു തരാം. മലയാളിയിൽ നിന്ന് അത് വലിയ പ്രതീക്ഷയില്ല. എന്നാൽ ഇരിക്കുന്നിടത്ത് ഇരുന്നെങ്കിലും ആണി അടിച്ച പോലെ ഇരിക്കാതെ, ഫെവിക്കോൾ വെച്ച് ഒപ്പിച്ച പോലെ ഇരിക്കാതെ, ഒന്ന് ഇടയ്ക്ക് ഇളകുന്ന നല്ലതാ, ശരീരത്തിനും നല്ലതാ. സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിൽ നിന്നൊരു ദൂത് ഞാൻ പറയാം. ലോകം മുഴുവൻ നിന്നെ നിന്ദിച്ചാലും, നിന്നെ കൊല്ലുമെന്ന് മുഴുവൻ പേര് ചുറ്റുമെന്ന് പറഞ്ഞാലും, നിന്നെ ഏതെല്ലാം അപവാദങ്ങൾ പറഞ്ഞു പരത്തിയാലും, എന്റെ തമ്പുരാൻ ഏൽപ്പിച്ചത് മുഴുവൻ ചെയ്യാതെ നിന്റെ ശവപ്പെട്ടിക്കകത്ത് നിന്റെ ശവം കയറാൻ സ്വർഗം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ ദൂത് കേട്ടെന്ന് ആരാധിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശുവിന്റെ മടങ്ങിവരവാണ്. ആമേൻ. യേശുവിന്റെ മടങ്ങിവരവ് പറയുമ്പോൾ യേശുവിന്റെ ഒന്നാമത്തെ വരവെന്ന് പറയണ്ടേ? അവൻ യേശു ക്രിസ്തു 3.5 വർഷം 39 അത്ഭുതങ്ങൾ ചെയ്തു. അവൻ പ്രവചന പ്രകാരം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, എന്റെ പ്രാണനാഥൻ അവൻ കാൽവരിയിലേക്ക് മരണത്തിനായി പോകാൻ തീരുമാനിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ പിശാച് യേശുവിനോട് ചോദിച്ചു, ഈ കല്ല് അപ്പവാക്കാവോ? ഈ കല്ല് അപ്പവാക്കാവോ? എന്റെ ഉത്തരം, അവിടുത്തെ യേശു അതിന് പറഞ്ഞ ഉത്തരവല്ല. പൊട്ട പിശാചേ, കല്ലേശുവിനെ അപ്പമാക്കാൻ ഒരു സെക്കൻഡ് മതി. പക്ഷെ നിന്നെ പോലെ വൃത്തികെട്ടവൻ പറയുമ്പോൾ ആക്കാൻ സൗകര്യമില്ല. കൃപയുള്ളവർ ദൈവത്തെ സൂക്ഷിച്ചാട്ട്. യേശു അത്ഭുതം ചെയ്യാൻ അറിയാത്ത ആളാഞ്ഞിട്ടല്ല, പക്ഷെ നീ പറയുമ്പോൾ ചെയ്യത്തില്ല. ചോദിക്കുന്നു, കല്ല് അപ്പമാക്കിയോ യേശു? ഇല്ലേ. ആര് പറഞ്ഞു? ആക്കി. പിശാച് പറഞ്ഞിട്ടാക്കിയില്ല, പക്ഷെ നമുക്ക് വേണ്ടിയാക്കി. മൂലക്കല്ലായവൻ ജീവന്റെ അപ്പമായപ്പോൾ കൃപയുള്ളവൻ ആരാധിക്കാൻ. അതാ പറഞ്ഞത്, ആ മുട്ട പിശാചിന് വേണ്ടിയല്ല, എനിക്ക് നിനക്ക് വേണ്ടി സാക്ഷാൽ മൂലക്കല്ലായവൻ, യുഗങ്ങളുടെ പാറയായവൻ ജീവന്റെ അപ്പമായില്ലേ? ആയോ? ആ എങ്കിൽ കല്ലപ്പമായില്ലേ? സ്തോത്രം പറ. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തമ്പുരാൻ എന്ത് എപ്പ ചെയ്യണമെന്നറിയാം. മൽക്കോസിന്റെ ചെവി വെട്ടിക്കളഞ്ഞ യൂദ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ വെട്ട് കേസ് ആണോ അല്ലയോ? അല്ലേ? തമ്പുരാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് കാതെടുത്ത് തിരിച്ചു വെച്ചു. അടിപൊളി. യവന്മാര് പറഞ്ഞു, നമ്മുടെ കൂടെ ഒരാളുടെ കാത് വെട്ടി. അപ്പൊ അവരുടെ ചീഫ് പട്ടാളക്കാരൻ എവിടെ എന്ന് ചോദിക്കുന്നവർ പോയി, എവിടെ എവിടെ കാതവിടെ മനസ്സിലായി. അങ്ങോട്ട് വന്നില്ല, എല്ലാവർക്കും കൂടെ എത്തിയില്ല. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, നമ്മുടെ കൂടെ ഒരുത്തന്റെ കാത് എവരുടെ കൂടെ ഒരുത്തൻ വെട്ടുകാസ പൊക്കാൻ പറഞ്ഞവനെ ഉടനെ പറഞ്ഞു, ആരുടെ കാത വെട്ടിയ? മൽക്കോസിന്റെയാ. ഉടനെ ചീഫ് SI അല്ലെ അവരുടെ സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട്, എവിടെ എവനാന്ന് പറഞ്ഞു. ഏത് കാത്? ഏത് കാത്? 2 കാതല്ലേ മൊത്തം ഉള്ളത്? 2 കാതുകളുണ്ടല്ലോ. മൂന്നാമത്തെ ഏത് കാതാ വെട്ടിയത്? കേസ് തമ്പുരാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് FIR മകസറും വലിച്ചു കീറി കളഞ്ഞു. എന്നിട്ട് അവനെയാണ് തമ്പുരാൻ തന്നെ ആടുകളെ മേയ്ക്കാൻ ഏൽപ്പിച്ചത്. കൃപയുള്ളവർ ഇന്ന് രാത്രി ആരാധിക്കുക. എന്റെ കർത്താവിന്റെ അത്ഭുതങ്ങളല്ല, അവൻ ആർക്കും ഒരു എതിര് പറയാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ്.
സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ യേശുവിനെ അറിയായിരുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ ലഹരി കൂടിയ വീഞ്ഞുണ്ടാക്കിയത് കൊണ്ട് ഈ വൃത്തികെട്ട മനുഷ്യര് വീഞ്ഞുണ്ടാക്കി കുടിച്ചിട്ട് ഞാനുണ്ടാക്കി എന്ന് പറഞ്ഞ് വിളക്കുണ്ടാക്കുമെന്നറിയാം. പ്രശ്നം ഇപ്പൊ ഉണ്ടല്ലോ. മട്ട ആര് കുടിച്ചു, തെളി ആര് കുടിച്ചു, വലിയ വിഷയമാണല്ലോ. ഇവിടെ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമാണല്ലോ. മട്ട ആര് കുടിച്ചു, തെളി ആര് കുടിച്ചു. ഈടെ ഒരു പുള്ളി കൊല്ലത്തൂന്ന്, അവൻ മുളവനല്ല കേട്ടോ, കൊല്ലത്തൂന്ന് എന്നെ ഫോൺ വിളിച്ചു. അവൻ യേശു ക്രിസ്തു വീഞ്ഞുണ്ടാക്കിയോ പാസ്റ്ററെ? ഞാൻ ഉണ്ടാക്കി. അതല്ലേ ഇതിൻ്റെ എല്ലാം കാരണം. ഞാൻ പറഞ്ഞു ഏതിൻ്റെ? ഇപ്പൊ മദ്യപിക്കാമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നതിന്റെ കാരണം വീഞ്ഞുണ്ടാക്കലല്ലേ? ഞാൻ പറഞ്ഞല്ല. അവൻ അപ്പൊ അദ്ദേഹനോട് ചോദിച്ചു, അപ്പൊ നമുക്ക് വീഞ്ഞുണ്ടാക്കാവോ? ഞാൻ പറഞ്ഞു ഉണ്ടാക്കാം. ലഹരി കൂടിയത് ഉണ്ടാക്കാവോ? ഞാൻ പറഞ്ഞു ഉണ്ടാക്കാം. എൻ്റെ പേര് കെ എബ്രഹാം, ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വെച്ചു. ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പുറം ഇപ്പുറം വെട്ടിക്കളഞ്ഞ് ശകലം എടുത്ത് വെക്കരുത്. ഇപ്പൊ അങ്ങനെ പരിപാടിയുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ അപ്പുറം വെട്ടിക്കളയും ഇപ്പുറം വെട്ടിക്കളഞ്ഞിട്ട് വേണ്ടാത്തത് മാത്രം എടുത്ത് ഫേസ്ബുക്കിനകത്തിടും. മൊത്തം ഇടണം. അമേൻ. ഞാൻ പറഞ്ഞ ഒന്നാം തരം വീഞ്ഞുണ്ടാക്കാം, ലഹരി കൂടിയ വീഞ്ഞുണ്ടാക്കാം. കാരണം നിന്റെ സൈസ് ആക്കാം. ഇത് ഉണ്ടാക്കുമെന്ന് യേശുവിന് അന്നേ അറിയാവുന്നതുകൊണ്ട് തമ്പുരാൻ അതിനകത്തൊരു ചെറിയ വേല കാണിച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ പിടിയാൻ പാടില്ല, പച്ചവെള്ളം എടുത്തു വെച്ചുണ്ടാക്കണം. അമേൻ. ഞാൻ അവനോട് പറഞ്ഞു, നീ പച്ചവെള്ളം എടുത്ത് വെച്ചുണ്ടാക്കി ഞാനൊന്ന് കാണട്ടെ. യേശു ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കണം. ലഹരി കൂടിയതായിരിക്കണം. അമേൻ. എന്നിട്ട് എന്നെ അറിയിക്കാൻ മതി. ഞാൻ വരാമെന്ന് പറഞ്ഞ കൊല്ലത്തിന് എന്റെ തമ്പുരാൻ ചെയ്ത അത്ഭുതത്തിനകത്ത് ഓരോ വ്യക്തിക്കും പ്രതിവാദിപ്പാൻ അവസരം കൊടുക്കാറ്. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ. വേദപുസ്തകം പ്രവചന ഗ്രന്ഥമാ. ഇതിനകത്ത് അടിവരയിട്ടിരിക്കുന്ന ഒറ്റ കാര്യത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ബേത്ലഹേമിൽ പിറക്കണം. യേശുവിന്റെ ബേത്ലഹേമിൽ പിറക്കണം. പിറക്കണമെങ്കിൽ അന്നേരം ഇവിടെ ആര് ഭരിക്കണം എന്ന് സ്വർഗം തീരുമാനിക്കും. എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുമ്പോൾ അല്ലല്ലോ പറഞ്ഞോണം കേട്ടോ. കഴിഞ്ഞാണേലും ചില ചോക്ക് പഴയതും ചില ചോക്ക് പുതിയതുമാ. അവൻ സ്തോത്രം. അതുകൊണ്ട് അവൻ മനസ്സിലാകുമ്പോൾ പറഞ്ഞോണം. അവൻ ഇനി അടുത്ത ഘട്ടം നിൽക്കുക. അവൻ ഇവിടെ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമ്പം അവൻ ആ വാക്യവും ഞാനത് എഴുതുന്നില്ല. പക്ഷെ ലൂക്കോസ് 3:1 നിർത്തും. തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ അവൻ ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 3:1 നിർത്തും. അപ്പൊ തിബരിയാസ് കൈസർ വാഴുന്ന സമയത്ത് വേണം ആര് വരാൻ? പറഞ്ഞു ഒന്ന് സഹകരിക്കുന്നത്. യേശു വരാൻ. യേശു ഒന്നാമത് വന്നപ്പോൾ ഇവിടെ ആര് ഭരിക്കണമെന്ന് സ്വർഗമാ തീരുമാനിച്ചെങ്കിൽ രണ്ടാമത് വരുമ്പോഴും ആര് ഭരിക്കണമെന്ന് ദൈവം തീരുമാനിക്കുമോ? കൃപയുള്ളവർ ആരാധിച്ചു. ഇവിടെ ഇന്ന് ഭരിക്കുന്നത് ആരാണ് വിഷയമല്ല. പാർലമെന്റിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ള വിഷയമല്ല. രാജ്യസഭയിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളതല്ല. അവൻ ആര് ഭരിക്കണം. അവൻ സ്വത്രം പറ, സ്വത്രം പറ. അവൻ അതവിടെ നിൽക്കട്ടെ. ദാനിയേൽ പ്രവചനം 2:21 നിർത്തോ, പടാപ്പടം നിർത്തോ. ഹല്ലേലൂയ. ആര് ഭരിക്കണമെന്ന് മാത്രമല്ല, ഏത് മാസം വരണം, ഏത് വർഷം വരണം, ഏത് തീയതി വരണം, കലണ്ടർ ഏതായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗ്രീനിച്ച് രേഖയും ഇവിടുത്തെ അക്ഷാംശ രേഖ, രേഖാംശ രേഖയും അതിന്റെ ആൾക്കാരൊന്നുമല്ല. വായിച്ചോ മക്കളെ, വായിച്ചോ. രാജാവിന്റെ സ്വപ്നം അറിയിപ്പാൻ 21 വായിച്ചാൽ മതി. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ആര് വായിക്കുന്ന ആള് പറയണം, അല്ലേ വായിക്കരുത്. യേശു. അവൻ സർവശക്തനായ ദൈവം. കലണ്ടർ അവൻ മാറ്റും, മാസം അവൻ മാറ്റും, തീയതി അവൻ മാറ്റും. ബാക്കി വായിച്ചോ. ഇനി എന്തൊക്കെ മാറ്റും? രാജാക്കന്മാരെ നീക്കാൻ അറിയാമെങ്കിൽ ആക്കാനും അറിയാം. ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവൻ 40 കൊല്ലം ഭരിക്കാൻ ശൗലിനെ ആക്കിയെങ്കിൽ രണ്ടാമത്തെ കൊല്ലം ആക്കിയിടത്ത് അവൻ ചൊവ്വ ഇരുന്നില്ലെങ്കിൽ നീക്കാനും ദൈവത്തിനറിയാം. അവൻ ഒത്തിരി പിടികിട്ടിയില്ല. ദൈവമക്കളെ ഭൂരിപക്ഷം ഉണ്ട്, അങ്ങനാണ് ഇങ്ങനാണെന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട. നീക്കണ്ടപ്പോ അവൻ നീക്കും, ആക്കണ്ടപ്പോ അവൻ ആക്കും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തത് പറ, വെരി ഗുഡ് എന്ന് പറ. ഇതൊക്കെ അങ്ങനെയാണ് പറയണ്ടത്. ഞാൻ പറഞ്ഞിട്ടല്ല പറയണ്ടത്. ഇതൊക്കെ കേട്ടാൽ പറയുമല്ലോ.
അപ്പൊ ഇതിനേക്കാൾ വെരി കൂട്ട് അടുത്ത് വരും. വായിച്ചോ. രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. വാഴിക്കാൻ അവൻ അറിയാമെങ്കിൽ വാഴുന്നോണ്ടിരിക്കുമ്പോൾ വീഴിക്കാനും അറിയാം. വാഴിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങളങ്ങ് വാഴും എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാം, ദൈവം വിചാരിച്ചാൽ നീ നാളെ വീഴുമോ? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാതെ. ഇവിടെ ആര് ഭരിക്കണം, ആര് ഭരിക്കരുത്? എത്ര വലിയ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിച്ചാതെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാതെ. ഇസ്രായേൽ മക്കളെ അക്കരയ്ക്ക് കൊണ്ടുപോകണമെന്ന് ദൈവം തീരുമാനിച്ചതാണെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ ഫറവോൻ സമ്മതിക്കത്തില്ലെന്ന് ഫറവോനും തീരുമാനിച്ചാൽ കൊണ്ടുപോകണമെന്ന് ദൈവം തീരുമാനിച്ചു. സ്തോത്രം പറഞ്ഞില്ലെല്ലാരും. വിടത്തില്ലെന്ന് ഫറവോനും തീരുമാനിച്ചു. അവൻ ചോദിച്ചു, വിടുവോ ഇല്ലയോ, വിടുവോ ഇല്ലയോ? ഫറവോൻ പറഞ്ഞു, വിടത്തില്ല, നീ തന്നെ വിടും. ഇനി എന്റെ ഭാഷ പറയാൻ ഒന്നും തോന്നില്ല, അവന്റെ അപ്പൻ വിടും, പിന്നെ അല്ലേ അവൻ. അങ്ങനെ കൊണ്ട് എനിക്ക് അത് കുറയ്ക്കുന്നൊന്നുമില്ല. അവൻ ഫറവോനെ, നിന്റെ കുട്ടി ഫറവോനെ വിട്ടുകൊള്ളുമ്പോ അവൻ നീ വിടും. ഈ ദൂത് മനസ്സിലാകുന്നവർ ആരാധിച്ചോണം. അവൻ തമ്പുരാൻ തന്റെ ജനത്തെ, തന്റെ സഭയുടെ പണിക്ക് വേണ്ടി ചെങ്കടൽ പിളർക്കണേ പിളർക്കും, പേനിറക്കണേ ഇറക്കും, കൊറോണ ഇറക്കണേ കൊറോണ, എയ്ഡ്സ് ഇറക്കണേ എയ്ഡ്സ്, ആന്ത്രാക്സ് ആണ് ആന്ത്രാക്സ്, മിസൈലാണെങ്കിൽ മിസൈല്, ജൈവായുധമാണ് ജൈവായുധം. തമ്പുരാന്റെ സഭ എടുക്കപ്പെടുന്ന ദിവസങ്ങളില് അതിന്റെ സംഭവങ്ങളാ ലോകം മുഴുവൻ കാണുന്നത്. ഗുജറാത്ത് മുഴുവൻ വെട്ടുകിളിയെ ഇറക്കണമെങ്കിൽ അവൻ ഇറക്കും. പേരും തവളയും ഇറക്കാൻ അറിയാം. അവസാനം ഫറവോൻ പറഞ്ഞു, പൊക്കോ. വൃത്തികെട്ടവനെ, ഇത് നേരത്തെ പറഞ്ഞാൽ പോലെ ഇത്രയും പേനും തവള ഇറക്കേണ്ട വല്ല കാര്യമുണ്ട്? അമ്മേ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞുതരാം. ഈ ദൈവം ചിന്തിക്കുന്ന ചിന്ത നമ്മുടെ സ്റ്റൈലല്ല. ഫറവോന്റെ രാജ്യത്ത് പ്രതികൂലം തുടങ്ങിയപ്പോൾ തമ്പുരാൻ ആദ്യം ചെയ്തെന്തോ, അവൻ ഫറവോന്റെ രാജ്യത്ത് ഇസ്രായേൽ മക്കളെ അക്കരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഇറങ്ങിയ ബാധയാണ്. ആദ്യത്തെ പ്രതികൂലം എന്താ? നിനക്ക് കൈ നിർത്തിട. അവൻ പറഞ്ഞു, വെള്ളം. ഈ ഇക്കരെ കടന്നു വന്ന ഇസ്രായേൽ മക്കൾ ഈ മന്ന തിന്നുന്നതിനിടയ്ക്ക് 2-3 ആഹാര സാധനങ്ങളുടെ പേര് പറയുന്നു. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്ന. ഓർക്കുന്ന ആരെങ്കിലുണ്ടോ? എന്തൊക്കെയാ ആദ്യം പറഞ്ഞ പദം ഏതാ? ആരും ഓർക്കുന്നില്ല. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച്, ഉള്ളി കുറെ പറയുന്നുണ്ട്, ചുറ്റുള്ളി ചീരുള്ളി ഒക്കെ പറയും. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്ന പേര് പറ. മത്സ്യം. വായിച്ചിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഓർക്കുന്ന ആരെങ്കിലും? ദേവദാസന്മാരെ കറക്റ്റാണോ? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്ന മത്സ്യം. അതെവിടാ കിടക്കുന്നത്? പറയാൻ വെള്ളത്തിൽ. ഈ മത്സ്യം ഫറവോൻ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നില്ല. അതാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ അവിടെ വെച്ച് നിന്ന വില കൂടാതെ നിന്ന. അപ്പൊ ജോലിക്ക് പോകുന്നവർക്കെല്ലാം മത്സ്യം എങ്ങനെ കൊടുത്തിരുന്നേ? ഈ മത്സ്യം മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കട്ല, കാളാഞ്ചി, നെയ്മീന്, മോത, കരിമീന്, അത് വാഴരെ പൊള്ളിച്ചത്, എൻ്റെ കിടക്കുന്ന തൊണ്ടയിൽ കൂടെ വെള്ളം കിടക്കുന്നു. അങ്ങനെ പല സാധനങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ വില കൂടാതെ തിന്നുകൊണ്ടിരിക്കുമ്പം എല്ലാവരും പറയും, രാജാവ് നല്ല രാജാവാ, പാവ, റേഷൻ പ്രിയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം തീരുമാനിച്ചു യമന്റെ മീൻ കൊടുപ്പിൽ നിർത്തണം. യമന്റെ മീൻ കൊടുക്കലുണ്ടല്ലോ ഫ്രീ ആയിട്ടുള്ളത്, അത് നിർത്താൻ വേണ്ടി ആദ്യം ഈ വെള്ളം രക്തമാക്കിയതോടുകൂടി മീൻ മൊത്തം ചത്തുപോയി. കൃപയുള്ള ഒരു ദൈവത്തെ സൃഷ്ടിച്ചാട്ടെ. അവൻ അന്നേരം ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഇനി നമുക്ക് പോകാം. നീ ഇറങ്ങി വരത്തില്ലെങ്കിൽ, സ്നാനപ്പെടുത്തുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി വരത്തില്ലെങ്കിൽ എന്തോ ചെയ്ത് നിന്നെ ഇറക്കണമെന്ന് ദൈവത്തിന് അറിയാം. ആ പരിപാടി തമ്പുരാൻ ചെയ്യും. സ്തോത്രം.
മനസ്സിലാകുന്നവർ ദൈവത്തിൽ നിന്ന് സ്തുതിച്ചാട്ടെ. ദൈവം തമ്പുരാന്റെ അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞതാണെങ്കിൽ കുഞ്ഞെ ഇന്ന് രാത്രി അതിന് കർത്താവിന് ഇവിടുത്തെ വലിയ സപ്പോർട്ടോ വലിയ ഗവൺമെന്റിന്റെ ഒരു പരിപാടി ദൈവത്തിന് വേണ്ട. തമ്പുരാൻ ഇതൊക്കെ പറഞ്ഞത് ഇല്ലാത്തപ്പോഴാ പറഞ്ഞേ. മീൻ പിടിക്കുന്ന 5-6 പേരെ നിർത്തിക്കൊണ്ടാ പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സഭ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ഏത് പറവോന്, ഏത് ഹേരോദാവ്, ഏത് നീറോ, ഏത് വെസ്പേഷ്യൻ, ഏത് ഡയോക്ലീറ്റസ്, ഏത് വലിയ രാജാക്കന്മാർ, പീഡകന്മാർ, എവിടെയല്ല പരിശോ അവിടെയല്ല സഭയെ ദൈവം വളർത്തി മാനിച്ച് ഇത്രത്തോടെ കൊണ്ടുവന്നെങ്കിലോ ഇനിയും അവരുടെ സഭ വളരും. നിങ്ങളൊക്കെ ഒന്ന് ബലപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നടക്കുന്നത്, ഒന്ന് ശക്തിപ്പെടാൻ വേണ്ടിയിട്ടാ. വാട്സാപ്പിനകത്ത് ക്ലിപ്പ് കണ്ട്, ഫേസ്ബുക്കിനകത്ത് ക്ലിപ്പ് കണ്ട്, അവിടെ ഒരു വാർത്ത കണ്ട്, ഇവിടെ ഒരു പോസ്റ്റർ കണ്ട്, ഇങ്ങനെ കണ്ട് തളർന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. നീ വാട്സാപ്പ് കണ്ടാണ് രക്ഷിക്കപ്പെട്ടത്? അല്ലല്ലോ. പിന്നെ വാട്സാപ്പ് കാണുമ്പോൾ എപ്പോഴാണ് തളരുന്നത്? ആമേൻ. ഒരു കാര്യം ഓർത്തോ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പൊക്കെ വാട്സാപ്പിനകത്തൊക്കെ വരുന്ന കണ്ടിട്ട് അവൻ തളർന്നു പോകുന്നവരല്ല കൃപയുള്ളവർ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദൂത് പറയാം. ലൂക്കോസ് 3-ാമത്തെ നമ്മൾ എടുത്താൽ മക്കളെ, തിബേരിയസ് കേസിന്റെ പാഴ്ചയുടെ 15-ാം ആണ്ടിൽ, അങ്ങനെ താഴോട്ട് വായിച്ച് എളുപ്പം തോന്നി. 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അതെല്ലാം അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇഥൂര്യ. യേശു വരുമ്പം ഈ സഭ ആരുടെ, അതായത് അന്നത്തെ കാലത്തെ എപ്പിസ്കോപ്പൽ സഭ പുരോഹിതന്മാർ ആരായിരിക്കണം? മഹാപുരോഹിതന്മാർ ആരൊക്കെയാണ്? ത്രെക്കോണിത്തി ദേശത്തിലും ലുസാനിയസ് അബീലയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും പുരോഹിതന്മാരായിട്ടിരിക്കുന്ന കാലം. ചോദ്യം, യേശു ഇനി അന്നേരം എന്തിനാ വന്നേ? അത് ഈ സഭയുടെ മേലധ്യക്ഷന്മാർ യേശുവിന്റെ കൂടെ നിൽക്കുന്നവരെ വിലയ്ക്ക് മേടിക്കുന്ന കാലത്താ യേശു വരുന്നത്. ശാന്തമായിട്ട് ആലോചിച്ചിട്ട് സ്തോത്രം പറയാൻ തുടങ്ങിയാൽ മതി. ചില ക്ലിപ്പ് നമുക്ക് ഓർമ്മ വരും. ആമേൻ. യേശുവിന്റെ കൂടെ നിന്നവരെ ആമേൻ ചില മഹാപുരോഹിതന്മാർ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഓർത്തോ, കർത്താവിന്റെ വരവ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയുള്ളവർ കാര്യം മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് അർത്ഥം മനസ്സിലായി? ഹല്ലേലൂയ. ചിലരൊക്കെ യേശുവിന്റെ കൂടെ നിന്നവരെ ആമൻ പലരും വിലക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നീ ഭാരപ്പെടണ്ട, ഇത് പ്രാണനാഥന്റെ വരവാ. സന്തോഷമുണ്ടോ? നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുന്നു. മരണം ഒരു നിയമമാണ്. ഈ ഭൂമിയിൽ നിയമമുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന നിയമം, ഞാൻ ജീവിക്കുന്ന നിയമത്തിലാണ്. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് നിങ്ങളുടെ ഷർട്ടാ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ചുരിദാർ നിങ്ങളുടെയാ. എന്റെ ചുരിദാർ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇടുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് നിങ്ങളുടെ ഷർട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റുമോ? പറ്റുകയില്ല. അതിന് 2 ദ്വാരം ഉണ്ടെങ്കിൽ ഇവിടെ കയ്യേ ഇടാൻ പറ്റും. ഞാൻ എന്റെ ഷർട്ടിനകത്തൂടെ കാലിടും എന്ന് പറഞ്ഞാൽ നിന്റെ പേരാണ് ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്ന ഷർട്ടിൽ വരെ എന്തുണ്ട്? നിയമമുണ്ട്. നീ ഒരു ഗ്ലാസ് പാല് കുടിക്കുക, അപ്പൊ നീ പറയാണ് എന്റെ കാശ് കൊടുത്ത് മേടിച്ച പാല് ഞാനിപ്പോ വായിക്കാത്തോട്ട് ഒഴിക്കുന്നില്ല, മൂക്കിലോട്ട് ഒഴിക്കും. കുഞ്ഞേ, അതിന് നീ ചലിക്കുന്നത് വരെ നിയമത്തിലാണ്. സ്തോത്രം, സ്തോത്രം. റോഡ് സൈഡിൽ മുഴുവൻ കാർ കിടപ്പുണ്ട്, ബൈക്ക് ഇരിപ്പുണ്ട്, അതിനൊക്കെ വീലുണ്ട്, ടയർ, അതിനകത്ത് ട്യൂബുണ്ട്, കാറ്റുണ്ട്. വാൽവ് വെച്ച് അടച്ചിരിക്കുക. ഇറങ്ങി പോകുമ്പോ കാറ്റില്ലെങ്കിൽ പോകുകയല്ല, വണ്ടി പോകുമോ? അതിനാണ് അടച്ചു വെച്ചേക്കുന്നത് കാറ്റടിച്ചിട്ട്. എന്നാൽ നമ്മുടെ നിയമം വേറെയാ. മൂക്കിനകത്ത് ദൈവം കാറ്റടിച്ചു, മൂക്കിന് അടപ്പില്ല. ആമേൻ. ആ വണ്ടിക്കൊക്കെ അടപ്പുണ്ടല്ലോ.
ഞാനും അടയ്ക്കും എന്ന് പറഞ്ഞ നീ മൂക്കടച്ചിരിക്കെ പോവനെ കണ്ടിട്ടേ പോകാവൂ. നിയമമുണ്ടത്, നിയമം. അതുപോലെ മരണം ഒരു നിയമമാണ്. ഒരു ചൈനീസ് ചുപ്പായും ഒരു കസവിന്റെ കരയുള്ള മുണ്ടും പുറവശത്ത് ഭംഗിയുള്ള ഒരു സിഗരറ്റ്, ചെറിയൊരു കൊടവയറും, ഒരു കോലാപ്പൂരി ചപ്പലും, വയലറ്റ് നിറമുള്ള 3-4 നോട്ടും, രാഷ്ട്രീയത്തിന് ചില പിടിപാടും, പിന്നെ കഴുത്താൽ ഒരു അരിഞ്ഞാണച്ചയിൽ ഒരു 5 പവന്റെ മാല, ഇത്രയൊക്കെ ഉണ്ട് ചിലരുടെ വിചാരം കാലൻ മൂത്ത അളിയനാണ്. അതങ്ങ് മനസ്സിലിരിക്കത്തുള്ളൂ, നീ മരിക്കും. നിന്റെ പേരിന്റെ മുൻപിൽ ഡോക്ടർ, റവറന്റ്, റൈറ്റ്, മോസ്റ്റ് എന്നൊക്കെ ഉണ്ടെങ്കിലും ശ്വാസം പോയാൽ നിന്റെ പേര് ശാപമെന്ന ശാപം. ഒരിക്കൽ മരണം അത് നിയമമാണ്. സ്തോത്രം, സ്തോത്രം. ഇതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ കൃപയുള്ള ദൈവത്തിന്റെ പൈതൽ ഈ മരണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെടരുത്. കാരണം നിന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവം നിശ്ചയിക്കുന്നവരെ നീ മരിക്കുകയല്ല. തമിഴ്നാടിന്റെ ലോറി നിന്റെ ദേഹത്തൂടെ കയറിയാലും തമ്പുരാൻ പറയാതെ ജീവൻ പോവുകയല്ല. എന്റെ ഭാഷ പറഞ്ഞ ആന ചവിട്ടിയാ ചാകുകയല്ല. പിന്നെ ആനയ്ക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇച്ചിരി പരക്കം കേൾക്കും. ആന നല്ല വെയിറ്റ് ആണല്ലോ, അതുകൊണ്ട് സ്തോത്രം. ചാകണമെങ്കിൽ തമ്പുരാൻ തീരുമാനിക്കണം. നിനക്ക് ഷുഗർ 400 ആയാലും, നിനക്ക് പ്രഷർ 500 ഉണ്ടെങ്കിലും, നിന്റെ ശരീരത്തെ ബ്ലഡിൽ എന്ത് ഡീവിയേഷൻ ഉണ്ടെങ്കിലും, അവൻ നിന്റെ അസ്ഥിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അവൻ ഇന്ന് ഏത് തേയ്മാനം നിന്റെ നട്ടലിലുണ്ടെങ്കിലും, അധികാരത്തോടെ ദൈവാത്മാവിൽ അഭിഷക്ത ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ എന്ന അധികാരത്തിൽ പറയുന്നു, എന്റെ തമ്പുരാന്റെ കയ്യിലാണ് നിന്റെ ആയുസ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്നു. ദൈവ ശക്തിയായിരിക്കട്ടെ. ആമേൻ, ആമേൻ. അറിയാമോ, കേരളത്തിൽ ഒരു നല്ല പ്രോവർബിന്റെ ഒരു പുസ്തകമുണ്ട്, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ള പേര് നീതിസാരം. നീതിസാരം എന്ന പുസ്തകം പറയുന്നു, ചഞ്ചലം ധനം അഭായി ശരീരം, ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനവനായ യവസ്യ കരുണ നാസ്തി വനം ത്രീ ചതുരാണി ദിനാനി മൃത്യു ഗച്ഛതി കാല. ചഞ്ചലം ധനം, നിന്റെ കയ്യിലിരിക്കുന്ന പേഴ്സിലിരിക്കുന്ന പൈസ നാളെ നിന്റെ അടുത്തിരിക്കുന്നവരെ പേഴ്സിൽ പോകും. നോട്ടൊന്നും കണ്ടിട്ട് രൂപ എന്ന് കാണുമ്പോൾ ഒത്തിരി ആർത്തി പിടിക്കണ്ട. അതിലെ ഫോട്ടോ നിന്റേതല്ല, മഹാത്മാഗാന്ധിയുടെയാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കെട്ടിപ്പിടിച്ച ഒരുപാട് പൈസ ഒരു ദിവസം, ആമേൻ, 2017 ആമേൻ നവംബർ മാസം 8-ാം തീയതി ബഹുമാനപ്പെട്ട മോദിജി പറഞ്ഞു 1500 പിൻവലിച്ചു. ഈയിടെ ഞാൻ വീട്ടിൽ പ്രാർത്ഥന ചെന്നപ്പോൾ 70 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി, മക്കൾ ആരും കാണാതെ, കൊച്ചുമക്കൾ കാണാതെ എൻ്റെ ഒരു കവർ തന്നിട്ട് പറഞ്ഞു, മക്കൾ വെച്ചോ, എന്നേലും ഇവിടെ വരുമ്പോൾ തരാൻ വെച്ചേക്കായിരുന്നു. കേപ്ര മാസ്റ്റർക്ക് എന്ന് പറഞ്ഞു 10 കൊല്ലമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടാണ് പഴയ 1005 നോട്ട്. എനിക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നു. അല്ലേ, പുരാവസ്തു പോലെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ആ നോട്ട് ക്യാൻസലായ ദിവസങ്ങളിൽ ഞാൻ മൈക്കിൽ ഇട്ടുനാളെ പൊട്ട ഞാൻ ചങ്കുപൊട്ടി വിളിച്ചു പറഞ്ഞതാ. ബാങ്കിൽ 5 പൈസ ഇല്ല, കയ്യിലുള്ളവർ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുള്ള ഒരു മനുഷ്യൻ ഇടണമല്ലോ. എല്ലാം കഴിഞ്ഞ് അവൻ കൊണ്ട് തരുവാ. സ്തോത്രം. ഇപ്പൊ ഞാനൊരു വാർത്ത പറയാം നിങ്ങളോട്. 2000 വലിയ താമസമില്ലാതെ പിൻവലിക്കും. 1000ന്റെ കാര്യം പോട്ടു വാസ്തു, അതിങ്ങനെ പോയി. 2000 വലിയ താമസമില്ലാതെ പിൻവലിക്കും. ഭർത്താവറിയാതെ ചുരിദാറിനകത്ത് വെച്ചിരിക്കുന്നത്, സാരിയുടെ ഇടയെ കൊണ്ട് വെച്ചിരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ ഉണ്ടിയില്ലാത്ത 8ആയിട്ട് മടക്കിയിട്ടേക്കുന്ന 2000 ഒക്കെ പൊട്ടിച്ചെടുക്ക്. അവൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടുത്തെ പാസ്റ്റയിലുണ്ട്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ഹല്ലേലൂയ. ചഞ്ചലം ധനം പണം ചലിച്ചുകൊണ്ടേയിരിക്കും. അപായി ശരീരം, ഈ ശരീരം അവൻ ഈ കണ്ണാടിയിലൊക്കെ നോക്കി, അവൻ ഇങ്ങനെ നോക്കി
ലാക്ടോ കനാമിനും ഫെയറാ ലെവലും പ്രിയങ്കയും കാവേരി ഓലെ ഇന്ദിരകയും കൂടി പെയിന്റടിക്കാൻ വേണ്ടി ഭിത്തിക്ക് പുട്ടിയടിക്കുന്ന പോലെ മുഖത്ത് വാരിത്തച്ചവർ കൈവക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നീ വാരിത്തച്ചാലും മകളെ ഇന്ന് രാത്രി ഓർത്തോ, നിന്റെ സൗന്ദര്യ മത്സരത്തിനല്ല നമ്പുരാൻ നിന്നെ വിളിച്ച് ഈ ഭൂമിയിൽ നിനക്ക് ജന്മം തന്നത് ഫാഷൻ പരേഡ് നടത്താനല്ല, കുസ്തി മത്സരത്തിനല്ല. അതുകൊണ്ട് നിന്റെ ആയോധന കലകളും സൗന്ദര്യമൊന്നും എന്റെ തമ്പുരാന്റെ സഭയ്ക്കകത്ത് വേണ്ട. ദൈവം നിന്നെ വിളിച്ചത് ആരാധിക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും പറഞ്ഞോളെ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പറയാണ്. ഒരു മനുഷ്യൻ 70 വർഷം ജീവിച്ചിരുന്നാൽ 70 ഗുണം 365 സമം 25,550 സംതിങ് ദിവസം, 25,550. അത്രയും ദിവസമേ നമ്മുടെ ആയുസുള്ളൂ. അതിൽ 40-50 കഴിഞ്ഞവരറിയണം ഇനി ഒരു 20,000 അല്ല ഒരു 10,000 5,000 ദിവസം കൂടെ ഇനി നമ്മളുള്ള. ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പറയാം, ഇനി അധികം ആയുസില്ല. ഈയിടെ ഒരു ജോണിച്ചായ 46 വയസ്സ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ വന്നു. ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ ജോണിച്ചാൻ കമന്ന് കിടക്കുകയാണ് ചോറിനകത്ത്. തല പൊക്കി നോക്കിയപ്പോൾ മൂക്കിന്ന് ചോര. സായിപ്പിന്റെ ആശുപത്രിയിൽ കൊണ്ടിരുന്നു. ആളി ലോകത്തോട് ഇവിടെ പറഞ്ഞു, അടുത്തിരുന്ന് ഇക്കിള് വിടുന്നവരെ ശ്രദ്ധിച്ചോണം. ഒരിക്കലും മതിച്ചില്ല. ഒരുപാട് നേരം ഒന്നും കിടന്ന് കൈയും കാലും വിട്ട് അടിക്കുന്ന മരണം ഇപ്പം ഇല്ല. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എല്ലാം സൈലന്റ് അറ്റാക്ക. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ഉറങ്ങുന്നു. രാവിലെ കുലുക്കി വിളിക്കുമ്പോൾ ഭർത്താവ് കുലുങ്ങുന്നില്ല. അങ്ങനെയൊക്കെയാണ് മരണം. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അലാറം വെച്ചൊന്ന് കുലുക്കി നോക്കി. കാരണം പറയാൻ പറ്റില്ല, നേരം വിളിക്കുന്നവരെ ഉണ്ടായിരിക്കുമോന്ന്. അപ്പാ ഈ ശരീരം അപകടത്തിലാണ്. ആമേൻ. യൗവനം ചതുരാണി ദിനാനി. നിന്റെ ഈ യൗവനം ഉണ്ടല്ലോ, അകന്തടല, പുറന്തടല, കോരത്തടല, വാര്യത്തടല, എന്തിത്തടല, തുളുന്നാടൻ, കടത്തനാടൻ, കട്ടാസ്, മൈക്രീസ്, പഞ്ചിങ്, കരാട്ടയൊക്കെ. ഈ നാട്ടിലെ അഭ്യാസം പഠിച്ചിട്ടുള്ളവരോട് ഒരു സ്നേഹത്തോടെ ഒരു കാര്യം പറയാം, നാഴി അരിക്ക് മുട്ടിയാലും നിനക്ക് 2 ഇടിക്ക് മുട്ടുക. എന്റെ ഒരു പഴയ സുഹൃത്തിനെ ഈയിടെ ഞാൻ കണ്ടു. ഞങ്ങൾ അപ്പർ പ്രൈമറിയിൽ 5 വാറിലൊക്കെ ഒരുമിച്ച് പഠിച്ച, പേര് രാജു. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അവൻ അറിയില്ല. എന്നെ കണ്ടു ചോദിച്ചു, ഇടാ ഞാൻ പറഞ്ഞു, രാജു എന്നോണ്ട് ചോദിച്ചോ. ഞാൻ ചോദിച്ചു, രാജു എന്താ എടുക്കുന്നു? കരാട്ട ബ്ലാക്ക് ബെൽറ്റാ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അവൻ കരാട്ട ബ്ലാക്ക് ബെൽറ്റാ. എന്നോട് ചോദിച്ചു, നീ എന്തോ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഉപദേശിയാ. എന്തോ പറ്റി? ഞാൻ പറഞ്ഞു, ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ആയതാ. ഉപദേശി ആയില്ലായിരുന്നു, എന്തേലും പറ്റിപ്പോയേനെ. ഞാൻ ചോദിച്ചു, രാജു നിനക്ക് ജീവിക്കാനൊക്കെ ഉള്ള കിട്ടുമോ കരാട്ടെ? ഉടനെ പറഞ്ഞു, ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പലയിടത്തും പഠിപ്പിക്കാനൊക്കെ. ഞാൻ ചോദിച്ചു, അല്ലാതെ പഠിച്ചുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു 4 സൈഡിൽ നിന്ന് ഒരു 2 പേരെന്നെ തല്ലിയാൽ ഒരടി പോലും എൻ്റെ ദേഹത്ത് കൊള്ളൂല. ഒരു 8 പേരൊക്കെ വന്നാൽ ഞാൻ 4 വശത്തുനിന്നും നിൽക്കും. ഞാൻ പറഞ്ഞു, നീ എഴുതിയിട്ടോ, നിനക്ക് മുകളിൽ നിന്ന് അടി വരുമോ? കാരണം ഇവനെ പഠിപ്പിച്ചിരിക്കുന്ന 4 സൈഡിൽ നിന്നുള്ള അടി തടയാനാ. നിനക്ക് അടി മുകളിൽ നിന്ന് വരും. എനിക്ക് 4 സൈഡിൽ നിന്ന് അടി വന്നാൽ തടയാൻ അറിയത്തില്ല. എനിക്ക് 4 സൈഡിൽ നിന്ന് അടിയുണ്ട്. മുകളിൽ ഇരിക്കുന്നവനാ തടയുന്നത്. കൃപയുള്ളവ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ യൗവനത്തിന്റെ ആരോഗ്യം. പണ്ട് പെന്തക്കോസ്തിൽ ഷുഗർ ഉണ്ടായിരുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ടോ? 25 കൊല്ലം മുമ്പ് മത്തായി പാസ്റ്റർ ഷുഗറായിട്ട് കിടക്കുവായിരുന്നു. ഇല്ലല്ലോ. പ്രഷർ ഉണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇപ്പം എല്ലാം കൂടി. എന്താ കാര്യം? ആരാധന കുറഞ്ഞു. പണ്ട് ശരീരം നല്ല കുലുങ്ങുമായിരുന്നു, കാത്തിരിപ്യം ഉണ്ടായിരുന്നു. മാങ്ങാനി ദിവസം മരിച്ചതോടുകൂടി ഇപ്പം കാത്തിരിപ്യം നിർത്തി നമ്മൾ. വാര്യാപുരം ചോദിച്ചാലും ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പം ഇല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരം നല്ലപോലെ കുലുങ്ങും. അതുകൊണ്ട് പ്രഷർ ഷുഗർ ഒന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ ആരാധനയില്ല. പിന്നെ വീടിൻ്റെ 2ാമത്തെ നില മറ്റേ വിഷയം മേടിച്ച് വെച്ചിരിക്കുക. രാവിലെ ഒമാനി കിടക്കുന്നവൻ അതേ കിടപ്പാ. എന്തിനാ? കൊഴുപ്പിറങ്ങാൻ. ലേവ്യ പുസ്തകത്തിൽ പ്രത്യേകം പറഞ്ഞുള്ളൂ, മേധസ് തിന്നരുത്. അവൻ 2.5 കൊല്ലം കൊണ്ട് വളരേണ്ട കോഴിയെ 46 ദിവസം കൊണ്ട് വളർത്തി ഹോർമോണെല്ലാം കൂടെ വലിച്ചു വാരി തിന്ന് അടിച്ചു മറിച്ച് എല്ലാത്തിനും ഇപ്പൊ ഷുഗറും പ്രഷറും ഡയബറ്റീസും കൊളസ്ട്രോളും. യൗവനം
ചതുരാണി തിനാനി. അവൻ കുറെ താളവും വെള്ളവും കൊണ്ടായിരുന്നു രണ്ടുപേരും പാട്ട് ഞാൻ പാടിയല്ലേ. ഋതമൊക്കെ കിട്ടുവാൻ ഒരുപാട് നേരമാകുമ്പോൾ ഞാൻ അതുകൊണ്ടാ. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തെ നമ്മയോടെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഓർത്തോ, അർത്ഥം ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും ശവക്കുഴി കൊണ്ട് തീരും. ഐ ലവ് യു എന്നൊക്കെ വാട്സാപ്പിനകത്ത് വരുമ്പോ ഐ ലവ് യു എന്ന് പറഞ്ഞ് അയച്ച് വൃത്തികേടാക്കല്ലേ. അബദ്ധമാ. ഓരോ ദിവസം ഓരോ ഷർട്ട് വാട്സാപ്പിൽ ഇട്ടുകൊണ്ട് വരുന്നവനെ സൂക്ഷിച്ചോണം. നേരിട്ട് കാണുമ്പോഴേ നീ അറിയോ അവന് ഷർട്ട് ഇല്ലെന്ന്. അവൻ ഇട്ടുകൊണ്ട് വരുന്നല്ല ആരാണ്ട ഷർട്ടാ. ഏഴൊരു പെണ്ണ് 16 വയസ്സുള്ള കൊച്ച് 3 മാസം വാട്സാപ്പിനകത്തോ ഫേസ്ബുക്കിനകത്തൂടെ വർത്താനം പറഞ്ഞ് അവസാനം തമ്പാനൂര് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അവക്ക് 16 വയസ്സ്. വന്ന് കണ്ടപ്പോഴാ സംസാരിച്ചപ്പോൾ മമ്മൂട്ടിയുടെ സ്വരം മനസ്സിലാവുന്നുണ്ടോ. ഇടത്തോട്ട് തിരിഞ്ഞിക്കുമ്പോൾ മോഹൻലാലിന്റെ ലുക്ക്, അവൻ പുറകിലോട്ട് തിരിഞ്ഞപ്പോൾ പൃഥ്വിരാജിന്റെ ലുക്ക്, തമ്പാനൂര് വന്നപ്പോൾ 61 വയസ്സ് അപ്പന്റെ ലുക്ക്. ഇവിടെ ഒരു വീട്ടമ്മ 2 കൊച്ചിനെ ഇട്ടേച്ച് കണ്ണൂര് പോയി ഫേസ്ബുക്കിനകത്തൂടെ പരിചയപ്പെട്ടവനെ തപ്പി. വായിച്ചു വരുന്ന കൈമുക്കിയാട്ടെ മതി. 2 വാമടിയാൽ ഏത് കാര്യം ഉറപ്പാക്കും. അവിടെ ചെന്ന് മുറ്റത്ത് നിന്ന് വിളിച്ചപ്പോൾ പ്രേമഭാജനമായ പ്രിയതമനകത്തുനിന്ന് വലിയ വല കരഞ്ഞോണ്ടിറങ്ങി വരുന്നത്. അവൻ അതിനുള്ള പ്രായമേ ഉള്ളൂ. 2 കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോയതാ തള്ള. ഒന്നും പറയുന്നില്ല. ഇന്ന് രാത്രി ഓർത്തോ, എല്ലാ ബന്ധങ്ങളും ഇവിടെ തീരും. എന്നാൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നീ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പ ഒരു ന്യായാസനത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രി സീരിയസ് ആയിട്ട് പറയാ. ഒരു പ്രസംഗം വെറുതെ കേട്ടിട്ട് പോകാനല്ല. ഇതൊരു അതര ചർവണമല്ല. ഇതൊരു പ്രാസപ്രസരമല്ല. ഇതൊരു സാഹിത്യ ധോരണിയല്ല. നിന്റെ ഹൃദയത്തെ തൊടണമെന്ന് രാത്രി ഒരു പെന്തക്കോസ്തുകാരിയോ പെന്തക്കോസ്തുകാരനോ ഒരു ക്രിസ്ത്യാനിയോ കത്തോലിക്കനോ മാർത്തോമയോ ഒരു സാൽവേഷനോ ലൂതറനോ ഇന്ന് രാത്രി ഒരു ഹൈന്ദവനോ മുസൽമാനോ ആരുമായിക്കോട്ടെ, എന്റെ പ്രസംഗത്തിന് നിങ്ങൾ മറുപടി പറ. ഒരിക്കൽ നിങ്ങൾ മരിക്കും. ഒരു ന്യായവിധി ഉണ്ട്. എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കണം. വനം പെരുത്താലും മണിനീരയാതും കണ്ണിന്റെ ഭംഗിയും മായ കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ. കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. നന്ദിയുടെ ദൈവത്തെ സൂക്ഷിക്കുക. എനിക്ക് ഒത്തിരി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരല്പം വേഗത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കും, അത് നിശ്ചയമാണ്. സ്തോത്രം. ശവമടക്കത്തിന് 30 മുത്തുക്കൊട പിടിച്ചാലുള്ള ഗുണമെന്ത് അറിയാമെന്ന് കാര്യം അറിയത്തില്ല. അറിഞ്ഞോ? അത് പിടിച്ചോണ്ട് പോകുന്നവർക്ക് വെയിൽ കൊള്ളത്തില്ല. അല്ലാതെ എന്തൊരു ഗുണം വിചാരിച്ച് ഞാനതുകൊണ്ട് വലിയ ഗുണം പറയാൻ പറ്റില്ല. ശവടക്കിന് പോകുമ്പോൾ മുത്തുക്കുട ഉള്ളത് നല്ലതാണ്. കാണാനൊരു ഭംഗിയും കാണും. അത് പിടിക്കുന്നത് തലയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാനുള്ള കയ്യിലേക്ക് കൊടുക്കുക. അവർക്കൊരു സന്തോഷമായിരിക്കും. കുഞ്ഞേ, ഈ അടുത്തിടയ്ക്ക് പുതുപ്പള്ളിക്കടുത്ത് അലക്സ് മുതലാളി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ചില സാമ്പത്തികമുള്ള തടിമില്ലൊക്കെ ഉള്ള ഒരു പുള്ളി മരിച്ചു. പാട്ട് നടക്കുക. ശരണത്താൽ നിദ്രയിലാണ്ട് മൃതരിൽ കരിയണമേ ഈശോ. ഒരു 15 വയസ്സുള്ള ഒരു പയ്യൻ നിന്ന് വലിയവായിലെ കരയുക. നല്ല കൃപയുള്ള ഒരു അച്ഛനായിരുന്നു കേട്ടോ, പള്ളിയിലെ അച്ഛൻ. അച്ഛൻ ഇത് ശ്രദ്ധിച്ചിട്ട് ഇവനെ വിളിച്ചിട്ട് പള്ളിയുടെ പ്രൊവോസ്റ്റോട് കൊണ്ടുപോയി ചോദിച്ചു, മക്കൾ എന്തിനാ
വലിയ വാലക്കാരൻ അലക്സ് മുതലാളി നിന്റെ ആരെങ്കിലും ആണോ? അല്ല. പിന്നെ മോൻ എന്തിനായി പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ കുറേ ഒരു 1.5 മണിക്കൂറായിട്ട് ശ്രദ്ധിക്കും നീ കരയുന്നത്. അതുകൊണ്ടൊന്നും അല്ല. 6 മാസം മുമ്പ് എൻ്റെ അമ്മ മരിച്ചായിരുന്നു ഇതേ പള്ളിയിൽ. ഓ, ആ വാഴയിലൊക്കെ വിട്ടുവെക്കുന്ന മറിയാമ്മയുടെ അമ്മച്ചിയുടെ മോനാണ്. അതിന് മക്കളെന്തിനാ അമ്മച്ചെന്ന് അത് ഓർത്താണോ? അല്ല, എൻ്റെ അമ്മ മരിച്ചപ്പോൾ 1/2 മണിക്കൂർ നേരം പാട്ട് പാടിക്കൊണ്ട് അടക്കിയില്ലേ? എൻ്റെ അമ്മ മരിച്ചപ്പോൾ 1/2 മണിക്കൂറല്ലേ പാട്ട് പാടിയുള്ളൂ, കൊണ്ട് അടക്കിയില്ലേ? അടക്കി. അലക്സ് മുതലാളി മരിച്ചിട്ട് 3 മണിക്കൂറാണല്ലോ പാട്ട്. പിന്നെ അച്ഛൻ പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മക്കൾ ഇതാരോടും പറയണ്ട, ഞാൻ ഇനി പറയുന്ന കാര്യം, നിന്റെ അമ്മ മരിച്ചപ്പോഴേ സ്വർഗത്തിൽ പോയി, ഇത് 3 മണിക്കൂറായിട്ട് പോയിട്ടില്ല, എന്നോട് പോവുകയെന്ന് പറഞ്ഞു. ഇതൊക്കെ അങ്ങനെ പാട്ട് പാടി വിടാൻ പറ്റുന്ന കേസാണ്. ആ തള്ള ചുമന്നേരം അടുത്ത കണ്ടുള്ള പ്രാർത്ഥനാലയത്തിൽ പോയി സ്നാനപ്പെട്ട് കൃപയെ ജീവിച്ച തള്ളയായിരുന്നു. പിന്നെ ഈ പള്ളിയിലൊക്കെ വരുന്നതുകൊണ്ട് അവിടെ വിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് അടക്കി എന്നുള്ളതുകൊണ്ട് മരിച്ചപ്പോഴേ പോയെന്ന് പറഞ്ഞു. കുഞ്ഞേ, ചത്ത ശവശരീരം വെച്ച് പാട്ട് പാടുന്നതും കൊല വെട്ടിയെടുത്തിട്ട് വാഴയുടെ പിണ്ടിക്ക് യൂറിയ ഇടുന്നതും ഒരുപോലെ. എത്ര പേർക്ക് മനസ്സിലായി? ഈ കൊല വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് വാഴയുടെ പിണ്ടിക്ക് യൂറിയ ഇട്ടാൽ വെട്ടിക്കൊണ്ട് പോയ കാ നന്നാകുമോ? ഇല്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കാനായി കൺവെൻഷൻ. എക്സാമിൻ യുവർസെൽഫ്. ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെ ഉണ്ട്, എന്റെ ജീവിതം ഒന്ന് പരിശോധിക്കാം. സമയത്ത് അല്പം വേഗത്തിൽ കൊണ്ടുപോട്ടെ. യേശുവിന്റെ വരവ് ഞങ്ങൾ ഈ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുമ്പോൾ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ വരെ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട്? യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് ദൂതൻ പറഞ്ഞു. ആമേൻ. എത്ര ദൂതൻ പറഞ്ഞു? യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് എത്ര ദൂതനാണ് പറഞ്ഞത്? ഒറ്റ ദൂതൻ, പേര് ഗബ്രിയേൽ. ശരിയാണോ? ശരിയാണോ? എന്നാൽ അമ്പലച്ചുംബിയായി ഒലിവ് മലയിൽ തന്റെ കോമള പാദം ചവിട്ടി മന്ദം മന്ദം ആകാശം ഇതിലേക്ക് കയറിപ്പോയി അരിമനാഥനെ ക്രിസ്തുവിനെ നോക്കി നിന്ന യേശുവിന്റെ ശിഷ്യവൃന്ദത്തോട് ശുഭ്രവസ്ത്രധാരികളായ 2 ദൂതന്മാർ പറഞ്ഞു യേശു മടങ്ങി വരുമെന്ന്. അപ്പൊ യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് എത്ര ദൂതനാണ് പറഞ്ഞത്? അത് കറക്റ്റായിരുന്നു. എങ്കിൽ മടങ്ങി വരുമെന്ന് എത്ര ദൂതനാണ് പറഞ്ഞത്? അത് ഡബിൾ കറക്റ്റായിരിക്കും. ദൈവത്തെ സൂചിച്ചാൽ ആമേൻ. ഞാൻ മുമ്പോട്ട് പോവുക. എലിസബത്തിനെ കണ്ടപ്പോൾ മറിയ വന്ദനം പറഞ്ഞു. മറിയ വന്ദനം പറഞ്ഞപ്പോൾ എലിസബത്തിന്റെ അകത്തെ പിള്ളത്തുള്ളി. അതെന്താ? പിള്ളയോട് ചോദിക്കാം, അല്ല നമുക്ക് എങ്ങനെ അറിയാം? ബഹുമാനപ്പെട്ട യോഹന്നാൻ അങ്ങെന്തിനാ വയറ്റിനകത്ത് കിടത്തുള്ളിയെ പറഞ്ഞു? യേശുവിന്റെ 1-ാം വരവ് ലോകത്തോട് വിളിച്ചു പറയുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അകത്ത് കിടന്ന് തുള്ളിയത്. ഈ പെന്തക്കോസ്റ്റിൽ അഭിഷേകം പ്രാപിച്ചവെല്ലാം കൂടി പുറത്ത് കിടന്ന് തുള്ളുന്ന എന്തിനെന്നറിയാമോ? അവന് 2-ാം വരവ് പറയുന്നവനാ. കൃപയുള്ളവർ 1-ാം വരവ് പറഞ്ഞവൻ അകത്ത് കിടന്ന് തുള്ളിയപ്പം 2-ാം വരവ് പറയുന്ന നമ്മള് ഇങ്ങനെ പുറത്ത് നിന്ന് തുള്ളുക. പോലെ ഈ മൈക്ക് കൊടുത്തോണ്ട് എന്തിനാ പോകുന്നത്? എനിക്കിപ്പോ ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല, ഇച്ചിരോട് കൂടി തന്നെ. ആമേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അപ്പോസ്തലപ്രവൃത്തിയിലെ 3-ാം അധ്യായത്തിലെ മുടന്തൻ. പത്രോസ് യോഹന്നാനും ചെന്ന മുടന്തനോട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ്. അവനെ സൗഖ്യമാക്കിയ ഉപദേശിമാര് പറഞ്ഞത് എഴുന്നേറ്റ്. കേട്ടെങ്കിൽ സൗഖ്യമാക്കിയ വാസ്തു പറഞ്ഞതാ എഴുന്നേറ്റ്. പക്ഷെ അവൻ കുതിച്ചു തുള്ളി. അപ്പൊ നമുക്ക് അവനോട് ചോദിക്കാം, ദേ മുടത്ത, ഞങ്ങൾ മുളവനക്കാരാ, ഞങ്ങളൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്ന. നിന്നെ സൗഖ്യമാക്കിയ പത്രോസ് ഉപദേശി യോഹന്നാൻ ഉപദേശി എന്താ പറഞ്ഞേ? എഴുന്നേറ്റ് നടക്കാനേ പറഞ്ഞുള്ളൂ. നീ പിന്നെ എന്തിനായി കിടന്ന് തുള്ളി കുതിച്ച്? അത് അവരുടെ നരിയാണിയല്ല, കുറച്ച് എൻ്റെ നരിയാണിയാണ്. അങ്ങനെ പറഞ്ഞു തരുന്ന പല മാസ്റ്റർമാരും കാണും. ചിലപ്പം അവരുടെ നരിയാണിയല്ല ഉറച്ചത്. നരിയാണി ഉറച്ചവനാ തുള്ളണോ ചാടണോ അല്ല ഏറെ ഇളച്ച
വെച്ച് കിട്ടിയവരേറെ സന്തോഷിക്കും. നല്ല പോലെ കർത്താവിനെ വീണ്ടെടുത്തതുകൊണ്ട്, അവൻ രക്തം എനിക്ക് വേണ്ടി ചിന്തിയതുകൊണ്ട്, എന്റെ കുടുംബത്തെ അവൻ മാനിച്ചതുകൊണ്ട്, എനിക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്നതുകൊണ്ട്, എന്റെ ജീവിതത്തെ അവൻ സൗഖ്യമാക്കിയതുകൊണ്ട്, ഞാൻ എന്റെ ആയുസ് മുഴുവൻ അവനെ ആരാധിക്കും. എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ദൈവത്തെ സ്തുതിക്കും സന്തോഷത്തോടെ. കഥാവിനെ സൂചിച്ചാട്ടെ. യേശു ക്രിസ്തു വരും എന്ന് ഇന്ന് രാത്രി ഞാൻ മുളവനയോട് പറയാൻ പോകുന്നത്, രാവിലെ നമ്മൾ വായിക്കുന്ന ദിനപത്രങ്ങളും ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്ന ടെലിവിഷൻ ചാനൽ ന്യൂസുകളും ഗൂഗിളിനകത്ത് നിങ്ങൾ കാണുന്ന വാർത്തകളും മുമ്പിൽ നിരത്തിയിട്ട് ബൈബിൾ തെളിയിച്ചു പറയാൻ പോകുന്നു യേശു വരും. വായിക്കാം. യെശയ്യാ 3:5, യെശയ്യാ 3:12, യെശയ്യാ 13:15, ഇയ്യോബ് 28:5, 28:11, 28:25, ഇയ്യോബ് 37, ജെരമ്യാ 31:27, ജെരമ്യാ 8:1. മക്കൾ ഓരോന്ന് വായിച്ചാൽ മതി കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല. ഒരുത്തൻ മറ്റൊരുവനെയും ഒരുത്തൻ മറ്റൊരുവനെയും കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചാൽ ഒരുവൻ മറ്റൊരുവനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ഇങ്ങനെ പീഡിപ്പിച്ച വാർത്ത പത്രത്തിൽ വരുമ്പോ ഓർത്തോ, യേശു വന്നു. 2700 വർഷം മുമ്പ് ബൈബിളിൽ എഴുതി വെച്ച പ്രവചനമാണ് ഈ ഇരിക്കുന്ന മോള് വായിച്ചു കേൾപ്പിച്ചത്. ബാക്കി മക്കളെ, അതിന് ബാക്കി. ബാലൻ വൃദ്ധനോടും നീചൻ മാനിനോടും കയർക്കും. കറക്റ്റ് ആണോ ഇല്ലയോ? പണ്ട് കാലത്തൊക്കെ അപ്പൻ എന്ന് പറഞ്ഞ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അമ്മ എന്ന് പറഞ്ഞ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അല്ലേ? പ്രായമുള്ളവരുടെ ഒരു ബഹുമാനം. ശരിയാണോ ചാ? ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു. വായിക്കണ്ട. യോബിന്റെ പുസ്തകം 30-1 വാക്യം. എന്നേക്കാൾ പ്രായമേറിയവർ എന്നെ നോക്കി ചിരിക്കുന്നു. നല്ല ചിരിയല്ല, വൃത്തികെട്ട ചിരി. ബാലൻ വൃദ്ധനോട് എതിർക്കുന്നു. ഈയിടെ ഒരു 4 മണി സമയത്ത് ഒരു 3:30 ആയപ്പോൾ ഒരു കവലയിൽ നിന്ന് ഒരു പ്രായമുള്ള അപ്പച്ചൻ, 70 വയസ്സുണ്ട്, പുള്ളിയൊന്നും യേശു വരുമെന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ സ്കൂള് വിട്ട് ഇങ്ങനെ പിള്ളേർ വരുക. അപ്പൊ കോളേജൊക്കെ വിട്ട് വരുന്നുണ്ട്. അതിൽ ഒരുത്തൻ ഷൈൻ ചെയ്യാൻ വേണ്ടി അവന്റെ പാൻറ് എപ്പോ ഊരിപ്പോകുന്ന അവനും അറിയില്ല, പഞ്ചായത്തുകാർക്കും അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു ചില ബസ് സ്റ്റാൻഡിലേക്ക് കർത്താവേ, എന്റെ ബസ് വരുന്നവരെ എന്റെ പാൻറ് ഊരില്ലത്, കാരണം എനിക്കത് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ആ സൈസിലായിട്ടും നടക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുടി വിട്ട് കണ്ടുണ്ടോ? ഈ വട്ടം ഇവിടെ മുഴുവൻ ഈ പശു കിടാവിന്റെ പുറം നക്കിയ പോലെ കംപ്ലീറ്റ് വടിച്ചിട്ട് തലയുടെ പുറത്തെ മുടിക്ക് ഒരു ചുമപ്പ് കളർ അടിച്ചിരിക്കുക. ഞാൻ ഈയുടെ ഉത്തരം കണ്ടപ്പോൾ വിചാരിച്ചപ്പോൾ തലയിൽ ഒരു പടല ചെങ്കതലിപ്പഴം വെച്ചിരിക്കുവാണോ എന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അതല്ല, മുടി വെട്ടിയതാണ്. ഈ സൈസ് ഉത്തൻ അമ്മൻ ഈ പാവ 70 വയസ്സുള്ള അപ്പച്ചനോട് ചെന്ന് എല്ലാവരും നിൽക്കുക. അപ്പോൾ ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പച്ചോ, അപ്പച്ചൻ അതേ തോണി, എന്നാ മോനെ അപ്പച്ചനാര് ഇവന്റെ ടൈപ്പ് എത്ര എണ്ണത്തിന് കണ്ടപ്പൻ. എന്താ പ്രസംഗം? അത് യേശുവിന്റെ വരവാ മക്കളെ. എന്താ തെളിവ്? പറഞ്ഞ അങ്ങോട്ട് മക്കൾ തിരിഞ്ഞു നിൽക്കാന്നേ പറയാം. അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തെളിവെന്ന് പറഞ്ഞു. ഇഷ്ടം ഈ സൈസ് ഇറങ്ങുമ്പോ എന്റെ കർത്താവിന്റെ വരവാണ്. 3:12 വായിച്ച മക്കളെ. 3:12. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു എന്ന് ബൈബിളിൽ എഴുതി. ഇപ്പൊ നമ്മൾ കുട്ടികളെ പീഡിപ്പിക്കുന്നു, അവർ നമ്മളെ പീഡിപ്പിക്കുന്നു. നടക്കുന്ന സംഭവങ്ങളാണ്. ഷാഹിദ, ആസിഫ, വല്ല പേര് വല്ല ഓർമ്മയുണ്ടോ? 12 വയസ്സുള്ള കാശ്മീരിലെ കട്ടുവായിലെ ഷാഹിദ നമ്മുടെ മോള. അമേൻ. നിർഭയ, ഡൽഹിയിലെ നമ്മുടെ കുഞ്ഞാണ്. എത്ര പറയണം? വേദപുസ്തകം പറയുന്നു വല്ലാത്തൊരു കാലത്തിലേക്ക് നീ അത് വായിക്കണം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, അത് വായിക്കണം. സ്ത്രീകൾ അവരെ വാഴുന്നു, സ്ത്രീകൾ പുരുഷന്മാരെ വാഴുന്നു. ഇതൊക്കെ ഞാൻ ഇന്ന് രാത്രി വിവരിച്ച ഒരു ആഭ്യന്തര കലം ഉണ്ടാക്കണം. എന്തായാലും ഒരു കാര്യം ആർക്കും എതിർക്കാൻ പറ്റുകയില്ല. ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു, അവ്വായി എങ്ങാണായിരുന്നു. ആദ്യം ആദാമായിട്ട് ഈ ഗതികൾ, ആദ്യം അവ്വായി എങ്ങാണായിരുന്നെങ്കിൽ കളിക്കല്ലേ.
ആമേൻ, സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് സ്നേഹത്തോടെ ചോദിക്കുന്നു, പിശാച് നിങ്ങളോട് ചോദിച്ചില്ലേ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ എന്താ? ഉണ്ട്, കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ തിരിച്ചു ചോദിക്കും, തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ല? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതല്ലേ പിശാചിനോട് പറഞ്ഞുള്ളൂ, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞേ? ഉണ്ട്. എന്റെ ചോദ്യം, നിങ്ങളോട് അങ്ങനെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം അങ്ങനെ ഹവ്വായെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് മമ്മേ, ഞാൻ സർവശക്തനായ ദൈവം തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. കർത്തന്റെ പുറകിൽ നിന്ന് കേട്ട സത്യത്തെ അത് ആദാമിനോടല്ലേ പറഞ്ഞേ? നിങ്ങൾ ഈ ഭർത്താവിനോട് പറയുന്ന നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്, നന്നേ അറിയുന്നതല്ലേ. സത്യത്തെ ഈ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് ആരോടാ പറഞ്ഞേ? നിങ്ങളത് കേട്ടു എന്നുള്ളത് ശരിയാണ്. കുടുംബത്തിലെ പല കാര്യങ്ങളും നിങ്ങളൂടെ കേൾക്ക പറയും, പക്ഷെ അതെല്ലാം പറയും. ഇന്നത്തെ വന്ന പ്രശ്നം, എനിക്ക് യോഗ ഇന്ന് തീരുമെന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല. തീരുമ്പോൾ തീരിട്ട് എന്തെങ്കിലും അല്ലേലുയ്യ. മനഃശാസ്ത്രത്തെ മര്യാദ ഞാൻ വായിച്ച പുസ്തകത്തിലാണ്. ഈ സ്ത്രീകൾക്ക് 15,000 വാക്കാണ് ഒരു ദിവസം അവർ പറയുന്നത്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 15,000 വാക്ക്. നമുക്ക് 7,000. നമ്മൾ ഈ ജോലിക്ക് പോകുന്നിടത്തും ശുശ്രൂഷയ്ക്ക് പോകുന്നിടത്തും എല്ലാം നമ്മൾ പകലും എല്ലാം വർത്തമാനം പറഞ്ഞ് ഫോൺ വിളിച്ച് പലരോട് സംസാരിച്ച് ചായക്കട കയറി കഴിച്ച് പലരോട് വഴിയെ കണ്ടുകൊണ്ട് സംസാരിച്ച് 7,000 തീർത്തിട്ടാണ് വൈകിട്ട് വീട്ടിൽ വരും. പിന്നെ നമുക്കില്ലല്ലോ. ഇവർ ഈ 15,000 പേര് 5,000 6,000 ഒക്കെ വാട്സാപ്പിലും അങ്ങനെ ഫോണിലും ഒക്കെ പറയും. ബാക്കി 8,000 കൊണ്ട് ഇരിക്കുക. നമ്മളെ കാത്ത് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. നമ്മൾ 7,000 തീർത്തിട്ട് വന്നതാ. ഇനി നമ്മൾ കുത്തിയിരുന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ഈ 8,000 കേൾക്കണം. കേട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നാളെ 16,000 ആകും. അങ്ങനെയാണ് ഈ ശനിയാഴ്ച 60,000 ഒക്കെ ആകുന്നത്. കാരണം ഭർത്താവിന് പിന്നെ വന്നുകൊണ്ട് പുള്ളി TV അങ്ങ് ഓൺ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഈ 8,000 ആരോട് പറയും? മനുഷ്യൻ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഈ പുള്ളി കൊണ്ടുപോ, പുള്ളി 7,000 തീർത്ത് വന്നിരിക്കുക. കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. ഈ കണക്കിനാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന. സ്തോത്രം. അതുകൊണ്ട് ഞാൻ സകല ഭർത്താക്കന്മാരോട്, ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്, സകല ഭർത്താക്കന്മാരുടെ പറയുന്ന സമയം ഉണ്ടേലും ഇല്ലേലും അന്നത്തെ അന്ന് തീർത്തേച്ച് കിടക്കണം. ഇതെല്ലാം കൂടെ ശനിയാഴ്ചത്തേക്ക് വെച്ചിരുന്നാൽ ഞായറാഴ്ച നമ്മുടെ ആരാധന പോകും. പിന്നെ ചില സഹോദരിമാർ ചില സഭയിൽ ഇതെല്ലാം കൂടെ ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞു തീർത്തോളൂ. നല്ലവരായിരുന്നു, വല്ലവരായിരുന്നു, അത് 16,000 എണ്ണം പറഞ്ഞത് സന്തോഷമായിട്ടാണ്. സ്വത്രം പറഞ്ഞെത്തിക്കുക. എനിക്ക് സ്ത്രീകൾ, ഈ എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, എൻ്റെ മകള് എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ട് പറയാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ട ആർക്കാണ്? മക്കളെ അറിയാം. എന്തുകൊണ്ട്? യേശുവിനെ അറിയാമായിരുന്നു. നാട്ടുകാരെ അറിയണമെങ്കിൽ ആർക്ക് പ്രത്യക്ഷപ്പെടുന്നു? കാരണം ഒരു വിവരം പബ്ലിഷ് ആകാൻ പിന്നെ സ്വത്രം പറഞ്ഞു. എനിക്ക് സന്തോഷമായിട്ട് ഞാൻ അതിൻ്റെ പോസിറ്റീവ് പറയാം. മന ഈ ചോദിച്ച മക്കൾ എടുത്തുമല്ല, ഞാൻ എടുത്തുകൊണ്ട് പോകും. സ്തോത്രം. ദൈവത്തെ സൂചിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോഴേ ഇത് കർത്താവിന് അറിയാമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ പത്രോസിനും കൂടെ കാണാൻ പറഞ്ഞ ആ കാലത്തും എല്ലാം അറിയോ? ഇത് എൻ്റെ ഒരു സുഹൃത്താണ്. മനസ്സിലാകുന്നുണ്ടോ? ഇദ്ദേഹത്തെ ഞാൻ അവിടെ വെച്ചാണ്. ഞാൻ എന്നാണ്ട് വെച്ചാൽ സന്തോഷമായിരിക്കും. പിന്നെ എന്നാണ്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്ര ഉള്ളി പുരുഷമായിരുന്നു. എന്നാ പ്രശ്നമില്ല. നമ്മുടെ ഒരു കുഴപ്പം, നമ്മൾ ഒരു കാതിൽ കൂടെ കേൾക്കും, മറ്റേ കാതിൽ കൂടെ സ്റ്റോക്കില്ല നമുക്ക്. മനസ്സിലാകുന്ന സ്ത്രീകൾ അങ്ങനെയല്ല. ഏത് കാര്യവും 2 കാതിൽ കൂടെ കേൾക്കും. കളയാൻ മൂന്നാമതൊരു കാതില്ലാത്തതുകൊണ്ട് അത് വായി കൂടെ കളയുന്നുണ്ട്. ഇത് കളയണ്ട, ഇതെങ്ങനെയും തീർക്കണ്ട, ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ വിഷയം വിടാം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപ, അത് കർത്താവിന്റെ നാമത്തിന് മഹത്വമായിട്ട് വയ്ക്കും. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സൂചിച്ചാണ്. സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ചാണ്. തിങ്കളാഴ്ച രാവിലെ തിരുമേനി ഫോൺ വിളിച്ചിട്ട് വികാരിയച്ചോട് പറഞ്ഞു, ബുധനാഴ്ച ഞാൻ നിങ്ങളുടെ അതിലേ വരുന്നുണ്ട്, വൈകിട്ട് ഒരു മീറ്റിംഗ് വെക്കാം, എനിക്ക് അതിലെ കൂടെ ഒരു യാത്രയുണ്ട്.
അച്ഛൻ വികാരി അച്ഛൻ തിരുമേനി പറഞ്ഞു, തിരുമേനി അതൊരു വല്ലാത്ത ഇതായിപ്പോയല്ലോ. എന്താ, ഇന്നലെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞില്ലേ, എങ്ങനെ ഇനി അനൗൺസ് ചെയ്യും? ബുധനാഴ്ച തിരുമേനി വരും, പള്ളിക്കകത്ത് ആൾ കാണുമോ? അച്ഛൻ വിഷമിക്കേണ്ട, ഉള്ളവർ വന്നാൽ മതി, എനിക്ക് അതിലെ യാത്രയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഉടനെ അച്ഛൻ അങ്ങ് വിഷമമായി. ഉടനെ അന്നേരം കപ്പ്യാരി കയറി ഒന്ന് കപ്പ്യാരി വെച്ച് എന്താ അച്ഛൻ വിഷമിച്ചിരിക്കുന്നു? ഓ എന്തോ പറയാനാ, ബുധനാഴ്ച തിരുമേനി ഇതിലേ വരുന്നു, ഞായറാഴ്ച ആയിരുന്നു അനൗൺസ് ചെയ്യായിരുന്നു, ആളുമില്ല കാണുമോ? ഒന്ന് കപ്പ്യാരി പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ആ വിഷയം എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അത് വിട്ടു. ബുധനാഴ്ച രാത്രി പള്ളി നടത്താറ്, ഇരിക്കാൻ മേലാത്ത ഒരാൾ, യോഗമെല്ലാം തീർന്നു കഴിഞ്ഞ് സമയം കിട്ടിയപ്പോഴത്തേക്ക് കപ്പ്യാരോട് വികാരിയത്തിന് ചോദിച്ചു, കപ്പ്യാരെ ഇതെങ്ങനെ ഒപ്പിച്ചു? എന്നെ ഒപ്പിക്കാനാ, ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, ബുധനാഴ്ച തിരുമേനി വരുന്നുണ്ട്, ഒറ്റ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല, ആരും അറിയരുത്. തിരുമേനി വരുന്ന പോലെ ഒറ്റ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല, നമ്മൾ രണ്ടും അറിഞ്ഞിട്ടുള്ളൂ, ഒരു മനുഷ്യൻ അറിയരുത്. പള്ളിക്കകത്ത് ആളുണ്ടായിരുന്നു. എന്നാന്നറിയോ, ദൈവം കൊടുത്തൊരു കൃപയാണ്. അതിനകത്ത് സഹോദരന്മാരെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സുവിശേഷ വേലയ്ക്കും പ്രാർത്ഥനയ്ക്കും ആ കഴിവ് മുൻപന്തിയിൽ ചെലവഴിക്കുക, അതാ സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്ത്രീകൾ പുരുഷന്മാരെ വാഴും, ബൈബിളിലെ പ്രവചനമാണ്. സ്തോത്രം. വായിച്ചാൽ ബാക്കി വെച്ചവനെ എളുപ്പം വയ്ക്കാം. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നടത്തുന്നവർ വഴിതെറ്റിക്കുന്ന കാലം. ഇന്നലെ നമ്മളോട് പ്രസംഗിച്ചവൻ, മാനസാന്തരപ്പെടാൻ പറഞ്ഞവൻ തെറ്റിപ്പോകുന്നത് കാണുമ്പോൾ ഞാനൊന്നും എടുത്ത സംഭവങ്ങളൊന്നും പറയുന്നില്ല. അവൻ അത് കാണുമ്പോൾ ഓർത്തോണം, ഇത് കർത്താവിന്റെ വരവ് വാതുക്കല. ഈ സംഭവങ്ങൾ കാണും. 13:15 വായിച്ചു. അവൻ അടുത്തതിലേക്ക് പോകുന്ന അടുത്ത സോഷ്യൽ പ്രൊമസി. അവൻ കണ്ടുകിട്ടുന്നവനെ ഒക്കെയും കുത്തിക്കൊല്ലും. കണ്ടുകിട്ടുന്നവനെ, രാഷ്ട്രീയ നിലപാടുകൾ അങ്ങനെ കണ്ടുകിട്ടുന്നവനെ ഉത്തർപ്രദേശിൽ ഒരുത്തിനെ കൊന്നാൽ ഛത്തീസ്ഗഡിൽ വേറെ ഒരുത്തിനെ കൊല്ലും, ഒരുത്തിനെ അടുത്ത ജാർഖണ്ഡിൽ കൊല്ലും, അടുത്ത പോലെ കാശ്മീരിൽ കൊല്ലും, ഒരാളെ പാകിസ്ഥാനിൽ കൊന്നാൽ പകരം ഇന്ത്യയിൽ കൊല്ലും. കണ്ടു കിട്ടുന്നവരെ മുഴുവൻ കുത്തി കൊല്ലുന്ന കാലം. പിടിപെടുന്നവനെയൊക്കെ വാളാൽ വീഴും. പിടിപെടുന്നവനൊക്കെ വാളാൽ വീഴും. അവർ കാണുക അവരുടെ ശിശുക്കളെ അടിച്ചു തകർക്കും. ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസുകളാ. അവർ കാണുക. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിച്ച് സ്തോത്രം. സഭയിൽ എളുപ്പത് പോകണം. അമേൻ, അമേൻ. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. അമേൻ. അതുകൊണ്ട് 100 കണക്കിന് പ്രവചനം ശങ്കയില്ലാതെ നാഥന്റെ വരവിനെ തെളിയിച്ചുകൊണ്ടും ഒപ്പം ഈ വേദപുസ്തകത്തിന്റെ പ്രവചന ഗ്രന്ഥമാണ് തെളിയിച്ചുകൊണ്ടെന്ന് രാത്രി പറയുവാൻ കൃപയാൽ നമുക്ക് സാധിക്കുമെങ്കിലും സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് 2-3 കാര്യങ്ങളോട് പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാം. വായിച്ചോ. ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികൾ, പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും വിശുദ്ധമതികളുടെ അസ്ഥികൾ, യെരൂശലേം നിവാസികളുടെ അസ്ഥികളെയും വിശുദ്ധ പട്ടണത്തിൽ പാർത്തവരുടെ അസ്ഥികൾ ശവക്കുഴികളിൽ നിന്നെടുത്തു. മരിച്ചു കഴിഞ്ഞെടുത്ത് മാന്തിയെടുത്തവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും എന്ന്. അവൻ അടുത്തൊരിക്കൽ കൈ കൊടുത്തോളാം. അത് കൊള്ളാമോ? ഇന്ന് എനിക്ക് ഒരു 10-20 പേരുടെ പേര് ഇവിടെ പറയാൻ അറിയാം. പക്ഷെ നമ്മുടെ പ്രസംഗം ആരെ ആക്ഷേപിക്കുന്നു, മറ്റൊരാൾക്ക് വിഷം വരുത്തുന്നൊന്നും ആകരുതല്ലോ. ഒരു സഭയെ പോലും നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒന്നും കിടക്കുന്നില്ല. നിങ്ങളെല്ലാം പത്രം വായിക്കുന്നത് പ്രബുദ്ധരുമാണ്. എത്ര പേരെ മരിച്ചു കഴിഞ്ഞ് കുഴിയിൽ നിന്ന് അവർ അസ്ഥി മാന്തിയെടുത്ത് പാത്രത്തിനകത്തിട്ട് വെച്ച് വിശുദ്ധനായി പ്രഖ്യാപിച്ചപ്പോൾ ഈ പ്രവചനം നിവർത്തിയാകുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏറ്റവും അടുത്ത സമയത്ത് ലേറ്റസ്റ്റ് ന്യൂസ് കൊറോണ വൈറസ്. മനുഷ്യന്റെ ശരീരത്തിൽ പനിയിൽ ആരംഭിക്കുന്നു. അമേൻ. അതിനുശേഷം ഭയങ്കരമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ശരീരം തടുക്കാൻ തുടങ്ങുന്നു. ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അമേൻ. ഇപ്പോൾ പറയുന്നു ഇത് ജൈവായുധമാണ്. അവൻ ചൈനയുടെ വുഹാൻ സിറ്റിയിൽ വൈറോളജിയെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. രാസായുധങ്ങളും ജൈവായുധങ്ങളും മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്റർ കോണ്ടിനെന്റ് ബാലിസ്റ്റിക് മിസൈലിനകത്ത് വൈറസുകളെ നിറച്ച് ലോകരാജ്യങ്ങളിൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെ വിട്ട് രാജ്യങ്ങളെ വൈറസ് കൊണ്ട് നിറയ്ക്കുവാൻ എന്തിനാണ് 3-ാം ലോക മഹായുദ്ധത്തിൽ പുതിയ ആയുധ കണ്ടുപിടുത്തങ്ങൾ വൈറസ് ആക്കി മാറ്റുന്നത് എന്തുകൊണ്ടാ? ഉത്തരം, വൈറസുകൾ മനുഷ്യനെ മാത്രമേ ബാധിക്കൂ.
ആമേൻ. അത് മൃഗങ്ങളെ, അത് മരങ്ങളെ ബാധിക്കില്ല, അത് കെട്ടിടങ്ങളെ ബാധിക്കില്ല, അത് സ്വർണത്തെ ബാധിക്കില്ല, അത് രൂപയ്ക്കോ ബാങ്കുകൾക്കോ ദോഷം വരുത്തുകയില്ല. അങ്ങനെ രാജ്യത്ത് വൈറസ് ഇട്ടാൽ ആമേൻ, മനുഷ്യന് മുഴുവൻ നശിക്കുകയും ആ രാജ്യത്തിന്റെ സ്വത്ത് നശിക്കാതിരിക്കുകയും ചെയ്യും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പിടികിട്ടുന്നില്ല. പണ്ടത്തെ ബോംബെന്ന് പറഞ്ഞാൽ മൊത്തം കത്തിച്ച് കളയുമായിരുന്നു. ഒരു രാജ്യം മുഴുവൻ എന്ത് ചെയ്യും? കത്തിച്ചാമ്പലാകും. അപ്പോൾ പിന്നെ ആ രാജ്യത്തിന്റെ സ്വത്ത് കിട്ടുമോ? ഇല്ല. ഇത് സംഭവിക്കും. വായിക്കണം, 14 വാക്യം. ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും. സക്കറിയ 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷാവിധി അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാഭാരവും അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരുടെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. പ്രവചനങ്ങൾ 12, 13, 14 അധ്യായങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ലോക സംഭവങ്ങൾ മുഴുവൻ നാം വിളിച്ചിരിക്കുന്നത്. 12-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം, യെരൂശലേമിനെ ഞാനൊരു പരിപ്രഭൂഷിയാക്കും. 2-ാം വാക്യം, സകല ജാതികൾക്കും ഞാനൊരു ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇസ്ലാം രാഷ്ട്രം മുഴുവൻ യെരൂശലേമിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ആമേൻ, ആ യെരൂശലേമിനെ ചുമക്കുന്ന ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഭാരമുള്ള കല്ല ചുമക്കുന്നത് പോലെ അവർ മറ്റു രാജ്യങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നത്. വൈ കാരണം യെരൂശലേം. ഇത് സംഭവിച്ചേ മതിയാവൂ. എന്തുകൊണ്ട്? അവൻ സ്വന്തത്തിലേക്ക് വന്ന മശിഹ തമ്പുരാനെ ഇസ്രായേൽ തിരിച്ചറിയാതെ പോയതുകൊണ്ട്, യഹൂദ തിരിച്ചറിയാതെ പോയതുകൊണ്ട് അവൻ യേശുവിനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. എവിടെ പ്രവചനം കിടക്കുന്നത്? സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ കല്ലവന്റെ നേരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ അവന്റെ നേരെ യഹൂദൻ പല്ല് ഞെളിഞ്ഞപ്പോൾ അപ്പോസ്തലരുടെ 17-ാം അധ്യായം 54, 55 വായിക്കണ്ട. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തേക്ക് നോക്കി. അപ്പോൾ ദൈവമഹത്വവും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു. അവസാനിപ്പിക്കാം. 2 മിനിറ്റ്. ദൈവം പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് ആര് കണ്ടു? പുതിയ നിയമ അപ്പോസ്തലനായ മറന്നുപോയി സ്തെഫാനോസ് കണ്ടു. സങ്കീർത്തനം 68:1, ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ആരായിരുന്നു ശത്രു? സ്തെഫാനോസിന്റെ ശത്രു ആരാ? യഹൂദൻ. ദൈവം എഴുന്നേറ്റു. ശത്രു ചെതറിയോ? ചെതറി. അവൻ റഷ്യയിൽ ചെതറി, ജർമ്മനിയിൽ ചെതറി. 60 ലക്ഷം എണ്ണത്തെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു. പോളണ്ടിൽ ചെതറി. എന്തിനേറെ ഇന്ത്യയിൽ കൊച്ചി വരെ വന്നു. അവൻ ചെതറി. ദൈവത്തിന്റെ ന്യായവിധി. എബ്രായലേഖനം 4-ാമത്തെ 1-ാമത്തെ വാക്യം, നാമും സത്വർത്തമാനം കേട്ടവരാണ്. അവർക്കത് ഉപകാരമായി വരാതിരുന്ന പോലെ നമുക്ക് ഉപകാരമായി വരാതിരിക്കരുത്. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്നവരോട് പറയാം, യേശുവിന്റെ വരവാതുക്കൽ. ഇന്ന് ഇതുവരെ കേട്ട മുഴുവൻ സംഭവങ്ങളെ ആധാരമാക്കി ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തേണ്ടത്, ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കുക. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ബൈബിളെല്ലാം താത്തു വെക്കുമ്പോൾ 4 ഒരുക്കം, 1, 2, 3, 4 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എഴുതിക്കാം. 4 ഒരുക്കങ്ങൾ. യേശു വരുന്നു, നമ്മൾ ഒരുങ്ങാൻ 4 ഒരുക്കങ്ങൾ. 1, മനസ്സുകൊണ്ട് ഒരുങ്ങണം. സ്വതന്ത്രം പറ. 1-ാമത്തെ ഒരുക്കം എങ്ങനെ ഒരുങ്ങണം? മനസ്സുകൊണ്ട് ഒരുങ്ങണം. പുറമെയൊക്കെ എന്തെല്ലാം നമ്മൾ കാണിച്ചാലും തമ്പുരാൻ ഏതിനാ മാർക്കിടുന്നേ? ഹൃദയങ്ങളെ. ആമേൻ. പട്ടാളത്തിൽ ആളെടുക്കാൻ ശരീരത്തിന് മാർക്കിടുമ്പോൾ, ബാങ്കിൽ ആളെടുക്കാൻ സർട്ടിഫിക്കറ്റ്, എന്റെ കർത്താവ് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. 1, മനസ്സുകൊണ്ടൊരുങ്ങണം. 2, ശരീരം കൊണ്ടൊരുങ്ങണം. എന്താ? നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. നമ്പർ 3, ആത്മീയമായിട്ടൊരുങ്ങണം. എന്താ? രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. വചനപ്രകാരം സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് പരിശുദ്ധാന അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ
അപ്പോസ്തലിക ഉപദേശമുള്ള സഭയിൽ ആരാധനയ്ക്ക് വേർപെടണം. ഒന്ന്, മനസ്സുകൊണ്ട് ഒരുങ്ങണം. രണ്ട്, ശരീരം കൊണ്ട് ഒരുങ്ങണം. മൂന്ന്, ആത്മീയമായി ഒരുങ്ങണം. നാല്, മെറ്റീരിയൽ പ്രിപ്പറേഷൻ, ഭൗതികമായി ഒരുങ്ങണം. ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന പണം, ദൈവം തന്ന വീട്, ദൈവം തന്ന വാഹനം, ദൈവം തന്ന വിദ്യാഭ്യാസം, അതെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി ഉപയോഗിക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. എന്റെ പ്രാണപ്രിയൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാത്തിന്റെ അവസാനം വന്നിരിക്കുന്നു. യേശു വരാറായ വാതുക്കൽ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി പോകല്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അനുസരിച്ചാലും അനുസരിച്ചില്ലാലും ഒന്നുമില്ലെന്ന് പറയാനല്ല വന്നത്. നഷ്ടപ്പെട്ടു പോകല്ലേ. ഇന്നലെ വരെ ഒരു പക്ഷേ നീ ഇഷ്ടം പോലെ ജീവിച്ചു കാണും. ഇന്ന് രാത്രി എന്റെ ദൈവം ഇത് കേൾക്കാൻ ഒരു അവസരം നിനക്ക് തന്നത് ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നിൽക്കുന്നവരെല്ലാം നോക്കണ്ട, മറന്നക്ക് വിട്ടുകൾ അല്പനേരം. നിന്നെ തൊട്ട ഒരാളുണ്ട്, യേശു. എനിക്കെന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണം. ദേവദാസനെ ആ വാക്കുകളിൽ ഒരുപാട് ദൂതുകൾ എന്റെ ഹൃദയത്തോട് എന്റെ കുടുംബത്തോടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് രാത്രി എന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് ക്രിസ്തുവിന്റെ തങ്ക മണവാട്ടിയായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഒരു തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ അനേകം സ്നാനപ്പെട്ടവരാണ്, അഭിഷേകമുള്ളവരാണ്. എന്നാൽ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഈ രാത്രി ഉറച്ചവർ, ഒന്നുകൂടെ ബലപ്പെട്ടവർ, അകത്തൊരാത്മീയമായ ഒരു സന്തോഷം പങ്കുവെച്ചവർ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. രോഗികളെ സൗഖ്യത്തോട് കഥവായിക്കട്ടെ. നിങ്ങളെ കരമുയർത്തുമ്പോൾ കർത്താവ് കൈകളിൽ തൊടട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സൗഖ്യ നല്ല പിതാവേ, നിന്റെ മക്കൾ അനുഗ്രഹത്തോടെ ഒരാൾ പോലും ഈ ഗ്രൗണ്ട് വിട്ട് രോഗിയായിട്ട് തിരിച്ചറിയി പോകരുത്. സൗഖ്യദായകൻ അവരെ തൊട്ടയക്കണം. തിരുവചനത്തിൽ പറയുന്ന എല്ലാ വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നാട്ടെ. കർത്താവേ, സഭകളെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ട ദൈവദാസന്മാർ 2020 ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യുന്നവരെല്ലാം അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികമായി ഒരു ഉയർച്ച, ഒരു പുതിയ വഴി, ഒരു പുതിയ വാതിൽ നിന്റെ മക്കൾക്ക് തുറന്നു കൊടുക്കുന്നതായിരിക്കും. പിതാവിനെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമുക്ക് അനുഗ്രഹിക്കുന്നു. അവരെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, എണ്ണ എടുക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടട്ടെ. പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടട്ടെ. മൃഗസമ്പത്തും കൃഷി സമ്പത്തും അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യവസായങ്ങളും വ്യാപാരങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ, വിദ്യാഭ്യാസങ്ങൾ, മക്കൾ, ആത്മീയ ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. 2020 പ്ലസ് വർഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയിടാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറക്കല്ലേ, 4 വാക്യങ്ങൾ നിങ്ങൾ മറക്കരുത്. 1, എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. 2, ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. 3, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു. കർത്താവ് ഇതാ വരുന്നു. നമ്പർ 4, അതുകൊണ്ട് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സഭയോട്, ദേവദാസന്മാരോട് ഹൃദയം നിറഞ്ഞ് നന്ദി. ഗോഡ് ബ്ലെസ് യു. നമുക്കെല്ലാം